ഇവിടെ സംഘടിപ്പിക്കുന്ന വിവിധ വിഷയങ്ങളിലുള്ള വെബിനാറിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വെബിനാർ നയിക്കുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ LS കുടുംബത്തിലെ തന്നെ വൈശാഖ് സാറാണ്. ഇന്നത്തെ കരിയർ ടോക്ക് എന്ന ടോപ്പിക്കിൽ സെമിനാർ ചെയ്യുന്നത്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ബയോകെമിസ്ട്രി ലബോറട്ടറിയിൽ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു നല്ല മികച്ച തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയത് വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി, അതോടൊപ്പം തന്നെ മികച്ചൊരു അധ്യാപകൻ, മികച്ചൊരു സംഘാടകൻ എന്ന നിലയിലൊക്കെ MLT കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന ഒരു മിടുക്കനായ MLT-കാരനാണ് വൈശാഖ് സാറ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി എന്നേക്കാൾ കൂടുതൽ പറയാൻ ഒരു പക്ഷേ കഴിയുക ചന്ദ്രൻ സാർ ഇവിടെ ഉണ്ട്. ചന്ദ്രൻ സാറിനായിരിക്കും കൂടുതൽ പറയാൻ കഴിയുക. എന്തായാലും ഈ വെബിനാറിലേക്ക് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വൈശാഖ് സാറിനെയും അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും MLT കുടുംബാംഗങ്ങളെയും LS കുടുംബാംഗങ്ങളെയും എല്ലാവരെയും എല്ലാവിധ സ്നേഹത്തോടു കൂടിയും സഹൃദയപൂർവം ക്ഷണിക്കുകയാണ്. ചന്ദ്രൻ സാറ് വൈശാഖിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമായിരിക്കും. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ALSന്റെ ഡയറക്ടർമാരെ, ഇന്ന് ക്ലാസ് നയിക്കുന്ന വൈശാഖ് സാർ, വൈശാഖിനെ പറ്റി എനിക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി വിദ്യാഭ്യാസ രംഗത്ത് ഒരുപക്ഷെ ഏറ്റവും വിദ്യാർത്ഥി പ്രിയനായ ഒരു അധ്യാപകനാണ്. ഇപ്പം നമ്മുടെ ALS ക്ലാസ്സിലൂടെയും അല്ലാതെ എല്ലാ ക്ലാസ്സുകളിലൂടെയും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായി വൈശാഖ് സാറ് തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ വൈശാഖ് സാർ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് തന്നെ, അത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ജോയിൻ ചെയ്ത സമയത്ത് തന്നെ വൈശാഖ് സാർ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടാർഗറ്റ് അല്ലെങ്കിൽ അതിനുശേഷവും പഠനത്തിന് ശേഷവും വൈശാഖ് സാറിന്റെ രീതി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, ആ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുക, എല്ലാ ടാർഗറ്റും എത്തിപ്പിടിച്ച് വിജയശ്രീലാളിതനായി നിൽക്കുക. ആ വിജയശ്രീലാളിതനായി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ വേണ്ടി എടുത്ത പ്രയത്നം പരമാവധി എൻജോയ് ചെയ്യുക. ഇതാണ് വൈശാഖ് സാറിന്റെ ഒരു പ്രത്യേകത. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രത്യേകതയാണ്. പിന്നെ പറയാച്ചാൽ നമ്മൾ കുറെ ക്ലാസ്സുകളൊക്കെ കേട്ടാണല്ലോ, എല്ലാ കൂടെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെയാ പഠിപ്പിക്കുന്ന ഒരു ഭാഗം, നമ്മൾ ഏത് കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാലും അത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തേ അടങ്ങൂ എന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് അധികവും ഈ ക്ലാസ്സുകളൊക്കെ കൈകാര്യം വൈശാഖ് സാർ ചെയ്യാറുള്ളത്. അപ്പോ BSc എക്സാമിനും BScക്കും PGക്കും ഒക്കെ റാങ്കുകളോടെ തന്നെയാണ് വൈശാഖ് സാറ് പാസ്സായത്. വൈശാഖ് സാർ അതിന് പാസ്സായതിനു ശേഷം ഒരുപാട് PSc പരീക്ഷകൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ PSc പരീക്ഷകളിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയാണ്. അതും ഒരു ദുർലഭമായിട്ട് അങ്ങനെയുള്ളൂ. എല്ലാ PSc പരീക്ഷയിലും ഫസ്റ്റ് റാങ്ക് നേടി ടോപ്പർ ആവുക, അങ്ങനെ ഒക്കെ ഒരുപാട്, അതായത് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിപ്പിച്ച് ആ പഠന രീതിയും ഒക്കെ വളരെ എൻജോയ് ചെയ്തിട്ട് ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് വൈശാഖ് സാർ, ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പഠന രീതി, ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഈ എല്ലാ PSc റാങ്കിലും ഫസ്റ്റ് റാങ്ക് കിട്ടിയത്, എങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്, ആ പഠന രീതി നിങ്ങളോട് സംവദിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു കരിയർ ടോക്ക് നിങ്ങൾക്ക് ഏവർക്കും ആസ്വദിക്കാൻ സാധിക്കുമെന്നതിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഈ ക്ലാസ്സിനായി വൈശാഖ് സാറിനും ക്ലാസ് എടുക്കുന്ന വൈശാഖ് സാറിനും ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വിലപ്പെട്ട ക്ലാസ്സുകളായിരിക്കും.
കഴിയുന്നതും ലൈവായിട്ട് തന്നെ എല്ലാവരും കേൾക്കണം. എല്ലാവിധ ആശംസകളും നേരുന്നു. ലത്തീഫ് സാർ. താങ്ക് യു ചന്ദ്ര സാർ. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് മുഖവരകളൊന്നുമില്ല. അക്കാഡമി ഫോർ ലബോറട്ടറി സയൻസ് ഇടക്കിടക്ക് സംഘടിപ്പിക്കുന്ന എല്ലാ വെബിനാറുകളിലും നിങ്ങൾ പരമാവധി പങ്കെടുക്കുക. അത് നിങ്ങളുടെ കരിയറിന് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതിൽ സംശയമില്ല. എല്ലാവിധ സ്നേഹത്തോടു കൂടിയും പ്രിയപ്പെട്ട വൈശാഖ് സാറിനെ ക്ലാസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടോ സാറേ? ഓക്കെ അല്ലേ? ഹലോ വൈശാഖ് സാർ കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഒരു പ്രസന്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ തന്നെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും പറയാനായിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രോബബ്ലി നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കാണാനായിട്ട് കഴിയുമായിരിക്കും. ചെറിയ ഒരു സെറ്റപ്പിലുള്ള ഒരു വെബ് ക്യാമറയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ ഇപ്പൊ ALS എന്നെ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെബിനാർ സെഷന് വേണ്ടിയിട്ട് ക്ഷണിച്ച അബ്ദുൽ ലത്തീഫ് സാറിനും, അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ BSc ഫസ്റ്റ് ഇയറിൽ എൻ്റെ അധ്യാപകനായിട്ട് വരികയും പിന്നീട് സാർ കോഴിക്കോടേക്ക് പോയി ചന്ദ്ര സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി പറഞ്ഞു. പക്ഷെ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമുക്കിനിയും ഞാൻ പറയാം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പം ഞാനിപ്പോ സയന്റിഫിക് അസിസ്റ്റന്റ് ഒക്കെ ആയി, പക്ഷേ ബാക്കിയുള്ളവരും ആ ഒരു എന്റെ അതേ ക്വാളിഫിക്കേഷൻ ഉള്ള എന്നെക്കാളും ഒരുപാട് അറിവുകളുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടും കുറെ കാര്യങ്ങൾ, എസ്പെഷ്യലി ഇനി വരുന്ന ഒരു തലമുറ, MSc MLTയുടെ തലമുറ, അവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ഏത് വഴി കൂടെയൊക്കെ പോയി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ളത് എനിക്ക് അവരോട് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു, ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് എനിക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. അപ്പം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊക്കെ വരുന്ന MSc MLT കുട്ടികളോട്, BSc MLT DMLT ഒക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നവരോടൊക്കെ ഇതിങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഈ ഞാൻ തന്നെയും പല കാര്യങ്ങളും മറ്റുള്ളവർ എന്നോട് പറയുമ്പോഴാണ് ഇങ്ങനൊരു സാധ്യത കൂടി ഉണ്ട്, അപ്പൊ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോ നേരത്തെ തന്നെ പറഞ്ഞ പോലെ എൻ്റെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നും എങ്ങനെയാണ് ഒരു PSc എക്സാമിനേഷനിൽ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ മികച്ച റാങ്കുകൾ നേടുക എന്നുള്ളതും നമുക്ക് ഇനിയുള്ള ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് എന്നെ പറ്റി പറയാനായിട്ട് കുറെ അധികം പേർക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളവർക്കും അറിയാം, ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതാണ്. ഞാൻ BSc MLT പഠിക്കുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ്. ആക്ച്വലി ഇപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ +2 ഏറ്റവും കുറവ് മാർക്കുള്ള ഒരു വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ഞാൻ തന്നെയായിരുന്നു. കാരണം എനിക്ക് 3rd അലോട്ട്മെന്റിലൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഞാൻ അത്ര ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയൊന്നും അല്ലായിരുന്നു. തീർച്ചയായിട്ടും ബയോളജിക്കും കെമിസ്ട്രിക്കും ഭേദപ്പെട്ട ഒരു മാർക്ക് ഉണ്ടായിരുന്നു, 190-ന് മുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ബലത്തിലാണ് അന്ന് എനിക്ക് BSc MLTക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. അതും 3rd അലോട്ട്മെന്റ്. കാരണം ഞാൻ ആ ഒരു സമയത്ത് ഡിഗ്രിക്ക് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻട്രൻസ് എക്സാമുകളിലേക്ക് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കമ്പ്യൂട്ടർ കോഴ്സിലേക്ക്, GTECന്റെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ആദ്യത്തെ മാസത്തിന്റെ ഫീസൊക്കെ അടച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ എക്സലല്ല എന്തോ വേർഡ് ആർട്ടിലൊക്കെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 3rd അലോട്ട്മെന്റ് വരുന്നതും അതിലെനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യുന്നു. ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്ക് തന്നെ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക്
ഞാൻ എത്തിപ്പെടുന്നത്. അപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ആർ ഗേൾസ് എന്റെ ബാച്ചില്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ MLT-യുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം, ഒരു എൻട്രൻസിന്റെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം 2010 ശേഷം ഏതൊരു ബാച്ച് എടുത്തു കഴിഞ്ഞാലും അതിൽ മെജോറിറ്റിയും ഗേൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്റെ ബാച്ചിൽ കമ്പാരിറ്റീവ്ലി 4 ബോയ്സ് എങ്കിലും ഉണ്ടായിരുന്നു കയറുന്ന സമയത്ത്. പിന്നീട് ഞാനും ഹരീഷ് എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തും മാത്രമായിട്ട് മാറി, രണ്ടുപേര് മറ്റു കോഴ്സുകളിലേക്ക് മാറിപ്പോവുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ആഹ് എന്താണ് എങ്ങനെ ഇത് ഇത്രയും ഗേൾസിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഒരു സംശയം തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു, ഹരീഷ് ഉണ്ടായിരുന്നു, അന്ന് മറ്റൊരു കുട്ടി ചാരു മോഹൻ, ഇവന്റെ പേര് കേട്ടാൽ ലേഡീസിന്റെ പേര് പോലെ തോന്നുമെങ്കിലും ഹരീസ് അതൊരു ബോയ് ആണ്, ചാരു. അതുപോലെ അരുൺ, ഇതിൽ അരുണും ചാരുവും പിന്നീട് മറ്റു കോഴ്സുകളിലേക്ക് പോയി. പക്ഷേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു. തീർച്ചയായിട്ടും നല്ല അധ്യാപകർ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ചന്ദ്ര സാറ്, അന്ന് ഫസ്റ്റ് ഇയറിലാണ് ചന്ദ്ര സാർ ഉണ്ടായിരുന്നത്, പിന്നീട് സാർ പോയി. ഫസ്റ്റ് ഇയറിൽ നമുക്ക് പിന്നീട് ഗോകുമാർ സാർ ഉണ്ടായിരുന്നു. പ്രദീപ് സാർ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു കരിയർ ചേഞ്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും പ്രദീപ് സാറിലൂടെയാണ് സംഭവിക്കുന്നത്. ഗുജറാണി മാഡം, പ്രഭാചന്ദ്രൻ സാറ്, അനിത മാഡം, ഇന്ദിരാ മാഡം, അങ്ങനെ നിരവധി അനവധി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി അതിലൊരു ടേണിങ് സംഭവിക്കുന്നത് ഇവരാരിലും കൂടി അല്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ ഈ ഒരു 2012-ലാണ് ഞാൻ ഈ ജോയിൻ ചെയ്യുന്നത് BSc MLT-ക്ക്. 2012 ഞാൻ ജോയിൻ ചെയ്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അന്നേരം അവിടെ PG കോഴ്സും ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. അപ്പൊ അന്നാണ് നമുക്ക് ഈ PG-ക്കാരും ചില പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് PG സ്റ്റുഡൻസും അവരുടെ അവരുടെ ഒരു സിലബസിന്റെ തന്നെ ഒരു പാർട്ടാണ് ടീച്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ടീച്ച് ചെയ്യാനായിട്ട് വരുന്നത് റിൻസി എന്ന് പറയുന്നത്, റിൻസി ചേച്ചി, റിൻസി സുധീഷ് എന്ന, റിൻസി അറമുഖൻ, ഓക്കെ ബേബി റിൻസി എ, ഓക്കെ വാട്ട് അബൌട്ട് ദാറ്റ് ഫുൾ നെയിം എനിക്ക് കിട്ടിയിരുന്നില്ല. റിൻസി ചേച്ചി വരും. അപ്പൊ റിൻസി ചേച്ചി ആ ഒരു സമയത്ത് ഇതുപോലെ പറയുന്നു, ചേച്ചിയുടെ കൂടെയും 2 ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു 2 ബോയ്സ്, മുഹസിൻ, ശ്യാം എന്നൊക്കെ പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു, കാരണം നമ്മൾ ഇവിടുന്ന് മിക്കവാറും പോകും പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ് മൊത്തം ലേഡീസ്, ബിക്കോസ് എയർലി ടൈംസ് നമുക്ക് അങ്ങനെയാണ് തോന്നുക, ബിക്കോസ് കുറച്ചുകൂടി ബോയ്സ് ഉണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉള്ളൂ ആ ഒരു ലെവലില്. പിന്നീട് ചേച്ചി പറഞ്ഞു അവരുടെ ഒരു ടൈമില് ചേച്ചിയുടെ ഫസ്റ്റ് കയറിയ സമയത്ത് തന്നെ നല്ലൊരു സാലറി സ്കീമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് 2012 ആ ഒരു എമൗണ്ട്, ഇന്നും ആ ഒരു എമൗണ്ട് തന്നെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് പല ലാഭങ്ങളിലും. പക്ഷെ എങ്കിലും അന്ന് ആ ഒരു സമയത്ത് ആ ഒരു പാക്കേജ് നമ്മൾ ഇത്രയും ക്യാഷ് ഒക്കെ കിട്ടും, അത് കയറുന്നുണ്ട്. അപ്പൊ ചേച്ചി കിട്ടും. അപ്പൊ ചേച്ചി അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അത് അന്നും ഇന്നും എന്നും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഏത് സബ്ജക്ട് എടുത്താലും ശരി, MLT ആകട്ടെ, അത് മറ്റേ ആർട്സ് സബ്ജക്ട് ആവട്ടെ, MBBS ആകട്ടെ, അല്ല മറ്റേതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചി വേറൊരു കാര്യം കൂടി, തെങ്ങിൽ കയറ്റം എന്ന് പറയുന്ന ഒരു കോഴ്സ് വന്നാൽ പോലും അതിൽ നമ്മൾ ഏറ്റവും മികച്ചതാവാൻ ശ്രമിക്കുക, അതിൽ ഏറ്റവും ബെസ്റ്റ് ആകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയും ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സാധ്യത ഉണ്ട് എന്നൊരു കാര്യം ചേച്ചി പറഞ്ഞു. അപ്പൊ അതിൽ നിന്നുമാണ് ഞാൻ പിന്നീട് തീരുമാനിക്കുന്നത് എന്തായാലും പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. അപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറെ നമുക്ക് ചിന്തിക്കാനില്ലല്ലോ. പിന്നെ അപ്പൊ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു അവസരം ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നത്. അപ്പൊ ഇതിൽ എത്ര പേര് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും പറ്റുന്നത്, ഇപ്പോഴും ഞാൻ കാണുന്നത്, ഇപ്പോ നമുക്ക് റാങ്ക് ഒക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നല്ല മാർക്ക് മേടിക്കും, പക്ഷേ ഒരു MSc MLT എൻട്രൻസ് എക്സാമിനേഷൻ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ PSC പോലുള്ള മത്സര പരീക്ഷകളിൽ എത്തുമ്പോഴോ നമ്മൾ പിന്നിലേക്ക് മാറും. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത്, പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് ഒരൊറ്റ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലേ പഠിക്കേണ്ടത്, അല്ല അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോ ഒരു തിയറി ഓറിയന്റഡ് ആയിട്ട് ഒരു ഫേസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ 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 1-ാം വർഷം നമ്മൾ പഠിച്ച കേസ് നമ്മൾ 3-ാം വർഷം കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വളരെ മാരകമായ അല്ലെങ്കിൽ ഒരു പ്രശ്നകരമായ ഒരു വസ്തുത നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 1-ാം വർഷം പല കാര്യങ്ങളും പഠിക്കും, വെയിങ് ബാലൻസ് മുതൽ കൾച്ചർ മീഡിയയുടെ ബേസിക് മുതൽ എല്ലാം പഠിക്കും. പക്ഷെ 3rd ഇയറിലേക്ക് വന്നിട്ട് നമ്മൾ ആ കുട്ടിയോട്, പോസ്റ്റിംഗ് വരുന്ന കുട്ടിയോട് ഇതെന്താണ്, ആ ഫസ്റ്റ് ഇയറിൽ ഒരു കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 3rd ഇയറിലെ പല കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നതെല്ലാം നമ്മൾ അവിടെ മറന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. ആ സിസ്റ്റം ആണ് ആക്ച്വലി നമുക്ക് ഏറ്റവും പ്രശ്നബാധിതമായി സംഭവിക്കുന്നത്. കാരണം ഈ പറയുന്ന നമ്മൾ കളയുന്ന 1-ാം വർഷത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കളയാൻ കഴിയില്ല. അതെല്ലാം നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതെല്ലാം ചേർത്തായിരിക്കണം അടുത്ത വർഷങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഞാൻ ഏകദേശം ആ ഒരു രീതിയിലായിരുന്നു പഠിച്ചിരുന്നത്. എല്ലാ ദിവസവും
2 മണിക്കൂർ പഠിക്കുന്ന കാലയളവിൽ 2 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പിന്നീട് പറയാം. അങ്ങനെ പോയി 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 4 വർഷവും കഴിഞ്ഞു. 4 വർഷം കഴിഞ്ഞ് കേരളത്തിലെ BSc MLT-യിൽ 2ാമത്തെ റാങ്ക് മേടിച്ചുകൊണ്ടാണ് 2016 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. പാസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബോയ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ പിന്നീട് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് ഒരു ജോലിയാണ്. അപ്പൊ പിന്നെ MSc MLT എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി അവിടെ ഉണ്ട്. MSc MLT-യുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ 2016 വരെയും MSc MLT എൻട്രൻസ് എക്സാം, ഫൈനൽ ഇയർ എക്സാം ഒക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നടക്കും. അതായത് ഞങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. ആ ഒരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അത് ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് അടുത്ത എക്സാം ആയിട്ട് മീൻസ് അതിന് വേണ്ടിയിട്ട് നടക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അന്ന് ആ സമയത്തൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അതിന്റെ ഇടയ്ക്കൊക്കെ ഈ സാംറ്റി പോലുള്ള സംഘടനകൾ നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷൻസിലൊക്കെ പോയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എനിക്ക് ഞാൻ 2 തവണ പങ്കെടുത്തു. 2 തവണയും അതിന്റെ പ്രൈസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്, ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാൽ എഴുതാൻ കഴിയുമെന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് നല്ല മാർക്കുണ്ട്, നമുക്ക് എന്തും എഴുതാനായിട്ട് കഴിയും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ നെക്സ്റ്റ് 1 ഇയറിലേക്ക് വരികയാണ്. ഈ ഒരു വർഷം ഞാൻ വിവിധ ഹോസ്പിറ്റലുകളിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. വലിയ സാലറി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ മിനിമൽ സാലറി, അതായത് 2012 RNC എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സാലറി തന്നെയാണ് 4 വർഷം കഴിഞ്ഞിട്ടും എനിക്കും കിട്ടിയത്. അതിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പോലും 1 മണിക്കൂർ എല്ലാ ദിവസവും ആ ഒരു BSc MLT-യിൽ പഠിച്ച രീതിയിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ ഞാൻ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ട്. 1 മണിക്കൂർ, അതിൽ ഏറ്റവും കുറഞ്ഞതാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും കുത്തിയിരുന്ന് പഠിക്കുന്ന പരിപാടിയൊന്നുമില്ല. 1-2 മണിക്കൂർ പഠിക്കുമായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് അവിടെയാണ് ഒരു ടേണിംഗ് ഇവന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള മുഹ്സിൻ ചേട്ടൻ, അതുപോലെ ശ്രീനിവാസ് എന്ന് പറയുന്ന ഇപ്പോ ആലപ്പുഴ ലാബ് ടെക്നീഷ്യൻ ആയിട്ടുള്ള ഇവർ രണ്ടുപേരും പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നു. സാധനങ്ങൾ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഒരു ബുക്സിന്റെ ഒരു ശേഖരം ഒരുപാടുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 3 ബുക്കുകൾ ഇതൊക്കെയാണ്. ഒന്ന് ഹെൻറിയുടെ 22ാമത്തെ എഡിഷൻ ക്ലിനിക്കൽ ലബോറട്ടറി മാനേജ്മെന്റ്. ടീറ്റ്സ്, അതിന്റെ എനിക്ക് 6th എഡിഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ റോബർട്ട് ടി ഹാറിന്റെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതിന്റെ ഒരു MCQ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഈ 3 വർഷം BSc MLT പഠിച്ചത് മാത്രം പോരാ, നമുക്ക് കുറച്ച് 4 വർഷം BSc MLT പഠിച്ചത് മാത്രം പോരാ, കുറച്ചധികം കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ട് ബാക്കിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഹെൻറിയും ടീറ്റ്സും ഞാൻ വായിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ ഈ ഹെൻറിയും ടീറ്റ്സും വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്ത് നിറച്ച് ബയോകെമിസ്ട്രിയാണ്, അതിനകത്ത് മൈക്രോബയോളജി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അന്ന് ആ ടെക്സ്റ്റ് ബുക്കുകൾ ഇവർ എനിക്ക് തരും വരെയും എന്റെ മൈൻഡിൽ ഞാനൊരു MSc കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും MSc MLT മൈക്രോബയോളജി എടുക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു തുടങ്ങിയപ്പോൾ അതിനകത്ത് ബയോകെമിസ്ട്രിയുടെ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ, അതായത് ഈ പത്തോളജിയെയും ഈ മൈക്രോബയോളജിയെയും മൊത്തം ലിങ്ക് ചെയ്യിക്കാനുള്ള ഒരു പവർ ബയോകെമിസ്ട്രിക്ക് ഉണ്ട് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതെങ്ങനെ ആയിരിക്കും, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബയോകെമിസ്ട്രി, എനിക്ക് ഒരുപാട് പഠിക്കാൻ ബാക്കിയുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ടാണ് ഞാൻ ബയോകെമിസ്ട്രിയിലേക്ക് പിന്നീട് എന്റെ ശ്രദ്ധ കിട്ടിയാൽ തീർച്ചയായിട്ടും ബയോകെമിസ്ട്രി തന്നെ എടുക്കണം എന്നുള്ള രീതിയിലും പോയത്. പക്ഷെ അതിനിടയ്ക്ക് ഞാൻ ജിപ്മറിൽ MSc MLT എൻട്രൻസ് എക്സാം എഴുതുകയുണ്ടായി. നമുക്കറിയാം ജിപ്മറിൽ നമുക്ക് മൈക്രോബയോളജിയോ സൈറ്റോളജിയോ മാത്രമേ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ മൈക്രോബയോളജിയാണ് അന്ന് തിരഞ്ഞെടുത്തത് ഫോർ ആൻ എക്സ്പീരിയൻസ്. ഞാൻ അതിൽ പോകുന്നില്ലായിരുന്നു. ആ എക്സാമിനും ജിപ്മർ MLT എൻട്രൻസ് എക്സാമിനേഷനും അന്ന് 1ാം റാങ്ക് കിട്ടി. പിന്നെ കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം MSc MLT എൻട്രൻസ് എക്സാം എഴുതുന്നു, 1ാം റാങ്ക് കിട്ടുന്നു. സോ ഇതാണ് ഈ നിങ്ങളെ ഒരു പോസ്റ്ററിൽ കണ്ടത് ഒരുപാട് 1ാം റാങ്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത്. സോ ഇവിടെയാണ് ആദ്യത്തെ 2 1ാം റാങ്ക് കിട്ടുന്നത്. ഈ MSc MLT ജിപ്മർ എൻട്രൻസിനും MSc MLT നമ്മുടെ കേരള കുഹാസിന്റെ MSc MLT കോഴ്സിലേക്കുള്ള എൻട്രൻസിനും. അങ്ങനെ ബയോകെമിസ്ട്രിക്ക് ചേരുന്നു. ആ ബയോകെമിസ്ട്രിയിൽ നല്ല രീതിയിൽ ഇതേ പഠന രീതികൾ തന്നെയാണ് തുടർന്ന്. പഠന രീതികളിലൊന്നും വലിയ മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പോഴും ബിക്കോസ് ഞാൻ പറയുന്ന പോലെ ഒരു PSC പോലുള്ള ഒരു എക്സാമിനേഷൻസിന് മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള നീണ്ട SIയും മറ്റും എഴുതുന്ന എക്സാമിനേഷൻ തന്നെയാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോയി 2017 MSc MLT പാസ് ഔട്ട് ആവുന്നത്. MSc MLT പാസ് ഔട്ട് ആവുന്നത് 1ാം റാങ്ക് കൂടി മേടിച്ചുകൊണ്ടാണ് MSc MLT ബയോകെമിസ്ട്രി. ഇത് അതിനുശേഷമാണ് സ്ട്രഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MSc MLT പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ MSc MLT ഫസ്റ്റ് റാങ്ക് ഒക്കെ മേടിച്ച് നിൽക്കുകയാണല്ലോ. അതായത്
നല്ല അഹങ്കാരമുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒരു പഠനം, ദാറ്റ് ഈസ് MSc MLTക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണോ പഠിച്ചിരുന്നത് അത് നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്തു, MSc MLT എൻട്രൻസിന് വേണ്ടിയിട്ട്. പകരം മതി, ഇതൊക്കെ തന്നെ മതിയാവും, PSCക്കും ഇതൊക്കെ തന്നെ മതിയാവും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം ഒക്കെ മാറ്റിവെക്കുകയും ആ ഒരു പഴയത് തന്നെ പഠിച്ച കാര്യങ്ങളിൽ തന്നെ ആ, സ് നിന്നുകൊണ്ട് എക്സാം എഴുതാനായിട്ട് പോയി. ആദ്യം എഴുതിയ എക്സാം എന്ന് വെച്ചാൽ LD ടെക്നീഷ്യൻ എന്ന് പറയുന്ന എക്സാം ആയിരുന്നു. 6 വേക്കൻസി ഉള്ള ആ എക്സാമിനേഷൻസിന് എനിക്ക് കിട്ടുന്നത് 10ാം റാങ്കാണ്. ഓക്കെ, 10ാം റാങ്ക്. അപ്പൊ ഈ 1 1 1 എന്ന സ്ഥിരം നിന്നിരുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് നേരെ 10ാം റാങ്കിലേക്ക് പോകുന്നു. അതിനുശേഷം 2018 DMEയും DHSും പോലുള്ള എക്സാമിന്റെ PSC വിളിക്കുന്നത്. അവിടെയും ഇതേ പാറ്റേൺ തന്നെയാണ്. പക്ഷെ അവിടെ സത്യത്തിൽ എന്റെ മാത്രം എറർ തന്നെയാണോ എന്നുള്ളൊരു സംശയം ബാക്കിയുണ്ട്. കാരണം അന്ന് PSC എക്സാമിനേഷത്ത് 50% ചോദ്യങ്ങൾ എവിടെ നിന്നും അവർ സെറ്റ് ചെയ്തു? ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ നിന്നും സെറ്റ് ചെയ്തു. ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അതിന്റെ ആ ഒരു ജനറൽ നോളജിൽ തട്ടി പിന്നെയും വീഴുകയും DME എക്സാമിന് 138ാമത്തെ റാങ്കിലേക്കും DHS എക്സാമിന് ട്രിവാൻഡ്രത്ത് 44ാമത്തെ റാങ്കിലേക്കും വീണു. സോ ഇവിടെയാണ് അടുത്ത ടേണിംഗ് പോയിന്റ്. അതായത് ഇത്രയും നാളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന എനിക്ക് ഈ പറയുന്ന എക്സാമുകളിൽ ഈ പറയുന്ന രീതി 44 138 ഇവൻതോ അതൊരു മോശപ്പെട്ട റാങ്ക് അല്ലെങ്കിൽ പോലും എനിക്ക് അഡ്വൈസ് ഒക്കെ വന്നു. ബട്ട് എനിക്ക് അത് അത്ര ഒരു സാറ്റിസ്ഫാക്ടറി അല്ല. ഞാൻ ഇത്ര ഇങ്ങനെ പഠിച്ചാൽ പോരാ എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷനിലേക്ക് വരികയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് അടുത്തൊരു എക്സാം, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാം. അവിടെ ഞാൻ എന്താണ് ഏത് രീതിയിലാണോ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്താണ് സിസ്റ്റമാറ്റിക് പഠനം എന്നുള്ള രീതി. അത് പിന്നീട് ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരികയാണ്. അതേ രീതിയിൽ പഠിക്കുന്നു. 1ാം റാങ്കോടുകൂടി ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാം പാസ് ഔട്ട് ആവുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതിനകത്താണ് മെസ്സേജ് വരുന്നത്. അല്ലല്ലോ, അല്ല അല്ല അല്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ 1ാം റാങ്ക് കിട്ടുന്നു. പിന്നെ ഞാൻ ആ ബ്ലഡ് ബാങ്കിന്റെ ഒരു എന്താ പറയാ തിരക്കേറിയ ഒരു ലൈഫിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അവിടെ വളരെ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയാ എപ്പോഴും നമുക്ക് തിരക്കാണ്. നൈറ്റ് ഡ്യൂട്ടി, തിരക്ക്, ഷിഫ്റ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ ഡ്യൂട്ടി ബ്ലഡ് ബാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ തളരും. അപ്പൊ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും തീർന്നു, ദിസ് ഇസ് ദ എൻഡ്. ഒരു ട്യൂട്ടർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, അത് ഈ അടുത്ത കാലത്തൊന്നും വിളിക്കാൻ പോകുന്നില്ല, കേസുകളിൽ പെട്ട് കിടക്കുകയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അത് വിളിക്കത്തില്ല, ബാക്കിയുള്ള കുറെ എക്സാമുകൾക്ക് നമുക്ക് നടക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന രീതിക്കാണ് ഈ സയന്റിഫിക് അസിസ്റ്റന്റ് ഇൻ ബയോ കെമിസ്ട്രി എക്സാം വരുന്നത്. തീർച്ചയായിട്ടും സയന്റിഫിക് അസിസ്റ്റന്റ് ഇൻ ബയോ കെമിസ്ട്രി എക്സാം അഗെയിൻ നമ്മൾ ആദ്യം വിചാരിച്ചത് അതിന് അറ്റൻഡ് ചെയ്യാനും നമുക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അതിനും ചില സാധ്യതകളുണ്ട്. DME വഴിയും മറ്റുമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കും സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആ ഒരു എക്സാം എഴുതുന്നത്. ആ ഒരു എക്സാമിനും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് ഒക്കെ നോക്കി ആ ഒരു പെക്യൂലിയർ രീതിയിൽ പഠിക്കുകയും ആ ഒരു എക്സാമിനേഷൻസിൽ സയന്റിഫിക് അസിസ്റ്റന്റ് ബയോ കെമിസ്ട്രി അതിലും 1ാം റാങ്കോടുകൂടി എൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് സർവീസിൽ കയറുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അതായത് ഒരുപക്ഷെ നമുക്ക് ഒരു +2 കഴിഞ്ഞ ഒരാൾക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിൽ കയറാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തസ്തികയാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. +2 മാത്രം മതി ഇതിന്റെ യോഗ്യത. ഇന്ന് ഞാൻ നിൽക്കുന്ന സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ഏരിയയിൽ ഡയറക്റ്റ് ആയിട്ട് PSC എഴുതിക്കൊണ്ട് കയറാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന യോഗ്യതകളിൽ ഒരെണ്ണമാണ് ഈ സയന്റിഫിക് അസിസ്റ്റന്റ്. അപ്പൊ ലാബ് അസിസ്റ്റന്റ് ആയിട്ടും ലാബ് ടെക്നീഷ്യൻ ആയിട്ടും അതുപോലെ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ആയിട്ടും അതുപോലെ ഇപ്പൊ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അങ്ങനെ 4 പോസ്റ്റായി. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ചില എക്സാമുകൾ എഴുതാൻ ബാക്കിയുണ്ട്, അതിനുള്ള വാല്യൂം കൂടി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം, എപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്നതാണ്. ഇത്രയും ഞാനിപ്പോ ഇപ്പോഴും ഈ റാങ്കുകൾ ഇങ്ങനെ മേടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ റാങ്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എയിം വേണം. നമ്മൾ ഈ മോട്ടിവേഷൻ പരിപാടിയൊന്നുമല്ല, ഒരു എയിം വേണം, അതായത് ഒരു ലക്ഷ്യം വേണം.
അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കണം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെക്കണം. ഇതാണ് ഇന്നത്തെ നിലവിലെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സമയം കണ്ടെത്തലാണ്. കാരണം ഈ MSc അല്ലെങ്കിൽ BSc ഒക്കെ കഴിയുമ്പോൾ തന്നെ മിക്കപ്പോഴും ഒരു ബോയ് ആയാലും ഗേൾ ആയാലും 18ാമത്തെ വയസ്സിൽ കയറി 10-22 വയസ്സാകും. ഇപ്പം എത്ര കാലം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലേഡീസ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് കല്യാണം ആലോചിച്ച് തുടങ്ങാം എന്ന് പറഞ്ഞ രീതിയിലേക്കും, ബോയ്സ് ആണെങ്കിൽ പൊയ്ക്കോ പോയി ജോലി ചെയ്ത് ജീവിതം അല്ലെങ്കിൽ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ വീടിനെ നയിക്കേണ്ടത് നീയാണ് എന്ന് പറയുന്ന എക്സ്ട്രാ ഭാരമൊക്കെ അവരെ മണ്ടയിലേക്ക് വരികയും, ലേഡീസ് ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു ജോലി പ്രൈവറ്റ് സെക്ടറിലേക്ക് മേടിക്കാൻ ബോയ്സും ഇതുപോലെ തന്നെ പോകും. അപ്പൊ ആദ്യത്തെ ഫ്രഷേഴ്സിനൊക്കെ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആയിരിക്കും, അതിന് കിട്ടാവുന്നതിന്റെ മാക്സിമം. അപ്പൊ അതിനുള്ളിൽ ഒരു സമയം കണ്ടെത്തുക. അതിനുള്ളിൽ നമുക്ക് മറ്റ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഈ പറയുന്ന പോലെ വിശ്രമിക്കാൻ കുറച്ച് സമയം വേണം, അതിനുള്ളിൽ അതിൻ്റെ കൂടെ ജോലി. അപ്പൊ അതിനിടയിൽ ആ വർക്ക് ലൈഫ് ബാലൻസിനിടയിൽ നമുക്ക് ഒരു കുഞ്ഞു ടൈം കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ പലരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 1ാം റാങ്ക് മേടിച്ച മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുക ഞാൻ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് പഠിച്ചത്. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ജോലിയൊന്നും രാജിവെച്ചില്ല, ഞാൻ എല്ലാ ദിവസവും ഇത്ര സമയം ഇത്ര മണിക്കൂറാണ് മാറ്റിവെച്ചത്. അപ്പം ആക്ച്വലി ഈ സമയം തെരഞ്ഞെടുക്കൽ, ജോലി രാജിവെക്കണോ ജോലി രാജിവെക്കാതെ പഠിക്കണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങളുടെ കൺസെപ്റ്റിനെയും നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ കഴിവിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ജോലി രാജിവെച്ച് കുറേ സമയം എടുത്താണ് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി രാജിവെക്കാം. അതല്ല ഒരു സ്പെസിഫൈഡ് ടൈം നമുക്ക് അല്ലാതെ കണ്ടെത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതെടുക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം പറയണം, എൻ്റെ രീതി. അപ്പൊ എൻ്റെ രീതി ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്, എൻ്റെ ഒരു കണ്ടീഷൻ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക്. നിങ്ങൾ ജോലി ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കണ്ടെത്താനായിട്ട് കഴിയും. അതെല്ലാവർക്കും കണ്ടെത്താനായിട്ട് കഴിയും. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിലെ 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുമെങ്കിൽ അതിൽ നിന്നും 1 മണിക്കൂർ കട്ട് ചെയ്യുക. സോ ആ ഒരു 1 മണിക്കൂർ, അതായത് ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് 10 മണിക്കാണെങ്കിൽ നിങ്ങൾ 11 മണിക്ക് ഉറങ്ങിക്കോളൂ. 10 മണി, അതായത് അതിന്റെ അർത്ഥം നിങ്ങൾ 10 മണിക്കുള്ളിൽ ബാക്കി എല്ലാ പരിപാടികളും തീർത്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 10 മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് 11 മണിയാക്കുക. 10 മണി മുതൽ 11 മണി വരെ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അവിടെ നിങ്ങൾക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞു അല്ലെ, നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞു. ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരാണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുക. ഈ സമയം കണ്ടെത്തലാണ് ഇന്നത്തെ ഒരു PSC പഠനത്തിലും ഏതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനിലും എല്ലാവരും കണ്ടെത്തുന്ന ഏറ്റവും ആദ്യത്തെ ബുദ്ധിമുട്ട്. സമയമില്ല. പക്ഷെ അവര് തന്നെ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ റീൽസ് കാണാനായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ 2016 വരെയും ഈ ഒരു സ്മാർട്ട് ഫോൺ ടൈമിലല്ലായിരുന്നു. അത് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിരുന്നില്ല. ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു പരിപാടി, ഫേസ്ബുക്കേ ഉള്ളൂ, വല്ലപ്പോഴും ഫേസ്ബുക്കിൽ 2 പോസ്റ്റ് ഒക്കെ ഇടാനേ ഉള്ളൂ. ഇത്രയും വാട്സാപ്പ് പോലെ വലിയ പരിപാടികളൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ സമയം കാർന്നു തിന്നാനായിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയ എക്സ്പെഷ്യലി ഇൻസ്റ്റഗ്രാം, ഞാൻ എല്ലാം പറയത്തില്ല, ഫേസ്ബുക്കും വേണമെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് മാക്സിമം അതിനകത്ത് റീൽസ് എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കാം. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അല്ലാതെ ഒന്നും തന്നെ ഇല്ല അല്ലെ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട്, ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ, അങ്ങനെ റീൽസ് മാത്രമേ ഇൻസ്റ്റഗ്രാമിലുള്ളൂ. അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമാണ്. എല്ലാം നേടി നമുക്കിനി ഒന്നും നേടാനില്ല. ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന മീൻസ് സർക്കാർ ജോലിയിൽ കയറിയിട്ട്, വിശ്രമ ജീവിതം എന്നല്ല പറയുന്നത്, സർക്കാർ ജോലിയിൽ കയറിയിട്ട് നമുക്കിനി ഒന്നും പഠിക്കാനൊന്നുമില്ല. നമ്മൾ ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്താൽ മാത്രം മതി, ശമ്പളം അക്കൗണ്ടിലേക്ക് മാസാമാസം വന്നോളൂ. അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഇൻസ്റ്റഗ്രാം എന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഷട്ട് ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആണ്. ഈവൻ യൂട്യൂബ് ആയാൽ പോലും അതിന്റെ ഷോർട്സും റീൽസും, കാരണം ഷോർട്സ് ഇപ്പൊ പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് റീലുകൾ, വെറും സെക്കൻഡുകളുള്ള ഷോർട്ട് റീലുകൾ, സെക്കൻഡ് അല്ലേ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു അനേകായിരം വീഡിയോസ് ചിലപ്പോൾ നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിൽ നിന്ന് കണ്ടെന്നിരിക്കും. ഓക്കെ, അതെ. ഓക്കെ, ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ സമയം വളരെയധികം സമയം നഷ്ടപ്പെടുകയും അത് ബ്രെയിൻ റോട്ടിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ആരുടെ ഒരു ഓഡിയോ ഓണാണേ, മ്യൂട്ട് ചെയ്യാം.
വിദ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പോ ഇത്തരത്തില് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇൻസ്റ്റാഗ്രാം കട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത് ചാറ്റ് ജി പി ടി. ഞാനും ഈ ഇടയ്ക്ക് വെച്ച് ചാറ്റ് ജി പി ടി വന്നപ്പോൾ നല്ല രസമുണ്ട്, കൊള്ളാം. പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചാറ്റ് ജി പി ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാറ്റ് ജി പി ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ ആൻസർ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും അതാണ്, ഇതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും അതല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ചാറ്റ് ജി പി ടിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ചാറ്റ് ജി പി ടിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ നഷ്ടമായി പോകും. ഇപ്പൊ മറ്റൊരു ഉദാഹരണം, ഞാൻ എൽ ജെ ചാറ്റ് വരയ്ക്കാനായിട്ട് ആദ്യം ചാറ്റ് ജി പി ടി വന്നപ്പോഴത്തേക്ക് അതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തു. അപ്പം ഈ എന്താ പറയാ, സത്യം നമുക്ക് എക്സലിൽ വരയ്ക്കാം. ഞാൻ എക്സലിൽ വരയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, അത് മറന്നുപോയി. പക്ഷേ ഈ ചാറ്റ് ജി പി ടി കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇനി എൽ ജെ ചാട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റൂല, നിങ്ങൾ വേണമെങ്കിൽ പ്ലസ് മെമ്പർ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നു. അപ്പൊ ഞാൻ പതുക്കെ ഈ എക്സലിലേക്ക് പോയപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ചാർട്ട് വരയ്ക്കൽ. അത് ഞാൻ മറന്നുപോയി. അപ്പൊ ഇത്തരത്തില് നമുക്കറിയാവുന്ന നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കാനായിട്ട് ഈ ചാറ്റ് ജി പി ടി സഹായിക്കും. ഇതും ബ്രെയിൻ റോട്ടിങ്ങിന്റെ ഒരു ഭാഗമാണ്. സോ ഇങ്ങനെയുള്ള ആപ്പുകൾ മാക്സിമം മാറ്റുക. ഒരു പർട്ടിക്കുലർ ടൈം പഠിക്കാനായിട്ട് കഴിവതും നിങ്ങൾ കൊണ്ടുവരിക. ദെൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ്. പണ്ട് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പി എസ് സി ഒരു എക്സാം കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെ, പി എസ് സി ഒരു എക്സാം കൺഫർമേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ സിലബസ് നിങ്ങൾക്ക് തരും. ലാബ് ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് എക്സാം നടക്കുന്നത് കൊണ്ട് സിലബസ് ഏതാണെന്ന് നമുക്ക് അറിയാം. അതുപോലെ നിങ്ങൾ പലരും ജെ എസ് ഒ പോലുള്ള എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷേ ജെ എസ് ഒക്ക് എന്തായാലും ഒരു പുതുക്കിയ സിലബസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പൊ ഒരു സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസ് വളരെ വ്യക്തമായി നമ്മൾ വായിക്കുക. ആ വായിച്ചതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുക്കുക, ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം, കുറെ കാര്യങ്ങൾ എനിക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത മൂന്നാമത്തെ മെയിൻ കാര്യം, സിലബസ് വായിച്ചതിന് ശേഷം നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പം പല അധികം ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഷോർട്ട് ആയിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള. പക്ഷെ നമ്മൾ ആദ്യം നോക്കേണ്ടത് അത് ഏത് വർഷം റിലീസ് ചെയ്തു, അത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അതേ ജസ്റ്റ് ഇങ്ങനെ എഡിഷൻ മാത്രം മാറി മാറി വരുന്നതാണോ, എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം 2017 ശേഷമുള്ള എല്ലാ പി എസ് സി എക്സാമുകളിലും അവരുടെ ചോദ്യങ്ങളുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ ഒരുപാട് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായി നമ്മൾ അസസ് ചെയ്യും. അപ്പോൾ ഒരു മെറ്റീരിയൽ മേടിക്കുന്നതിനേക്കാൾ ഏറെ നല്ലത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയും സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ പറയാം എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ ആ ഒരു രീതിക്ക് മുന്നോട്ട് പോകുക. ഇനി സിലബസ് കിട്ടി, അതിനുശേഷം റെഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളും കിട്ടി. ഇനി അതിനുശേഷം സിലബസിൽ തന്നെ പല പല പാർട്ടുകളാണ്. ഇപ്പൊ ഡി എം എൽ ടി അല്ലെങ്കിൽ എം എൽ ടിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ ബയോ കെമിസ്ട്രി ഉണ്ട്, പത്തോളജി ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ ബയോളജി ഉണ്ട്. എവിടെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്, നമുക്ക് അറിയാവുന്ന ഒരു സബ്ജക്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ബയോ കെമിസ്ട്രി ആണ് നന്നായിട്ട് അറിയാന്നുണ്ടെങ്കിൽ ആദ്യം ബയോ കെമിസ്ട്രി ആയിരിക്കും നോക്കാൻ ശ്രമിക്കുക. അപ്പോ ഞാനിപ്പോ ഒരു കുട്ടി, നിങ്ങളുടെ ഒരാളെങ്കിലും ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിയോട് ഞാൻ എക്സാം സിലബസ് ഒക്കെ വരുന്നതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് പാട്? അപ്പൊ അവർ പറയുകയാണ് എനിക്ക് ബയോ കെമിസ്ട്രിയാണ് പാട്, എന്റെ മെറ്റബോളിസം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അതേസമയം ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആ കുട്ടി ഇതേ ചോദ്യം തന്നെ പറയും, ബയോ കെമിസ്ട്രി അല്ല, ആൻസർ തന്നെ പറയും ബയോ കെമിസ്ട്രിയാണ് പാട്, മെറ്റബോളിസം ആണ് എനിക്ക് പാട്. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ബയോ കെമിസ്ട്രിയാണ്. അപ്പൊ നമ്മൾ തിരിച്ച് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക്? കാരണം സാർ അതെനിക്ക് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായി ബോറടിക്കും, പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളത്. അതേസമയം മൈക്രോബയോളജി, ഹിസ്റ്റോപത്തോളജി ഒക്കെ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഇവിടെയാണ് മറ്റൊരു പ്രത്യേകത വരുന്നത്. നമ്മൾ എല്ലാവരും നമ്മളൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക എന്താ, നമുക്ക് അറിയാവുന്ന, നമുക്ക് എളുപ്പമുള്ള ടോപ്പിക്ക് തന്നെ ഇങ്ങനെ വായിച്ച് അതിന്റെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിച്ച് അത് മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇഷ്ടമല്ല, അതങ്ങ് മാറ്റിവെക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ ചിലരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ 2ാം ലോക മഹായുദ്ധം പോലുള്ള പരിപാടികളൊക്കെ മുന്നോട്ട് വരുന്നത്. അപ്പൊ 2ാം ലോക മഹായുദ്ധത്തില് ബ്രിട്ടീഷ് നേവിയല്ല, എയർഫോഴ്സിന്റെ കുറച്ച് വിമാനങ്ങൾ നേരെ നാസി പടയുടെ ഇടയിലേക്ക് ചെന്ന് പോയി.
അറിയാലോ നാസികൾക്ക് നല്ല അന്നത്തെ ഏറ്റവും കറക്റ്റ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റവും ആയുധവും ഒക്കെ ഉള്ളത് നാസികൾക്കാണ്. അവര് നൈസായിട്ട് അവർക്കെതിരെ ആക്രമണം നടത്തി. അപ്പോൾ വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമേ, പോയത് 1000 ആണെങ്കിൽ 100 മറ്റോ ഒക്കെ തിരിച്ചു വന്നുള്ളൂ. ആ വിമാനങ്ങളിൽ അന്നത്തെ എഞ്ചിനീയർ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പൊ അദ്ദേഹം കണ്ടു ചില ഈ വിമാനങ്ങളിലെ ചില പാർട്ടുകളിൽ നല്ല രീതിയിൽ വെടിയേറ്റിട്ടുണ്ട്. വെടിയേറ്റിട്ടും അത് തിരിച്ചു വന്നു. എന്നാൽ ചില ഭാഗങ്ങളിൽ ഒട്ടും തന്നെ വെടിയേറ്റിട്ടില്ല. അപ്പോൾ ഒരു എഞ്ചിനീയർമാരിൽ ഒരാൾ പറഞ്ഞു, ആ വെടിയേറ്റ ഭാഗങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി റിപ്പയർ ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ഡോം പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, ഇനി വെടിയേക്കാതിരിക്കാൻ. പക്ഷെ ചീഫ് എഞ്ചിനീയർ പറഞ്ഞു, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ ഭാഗത്തിന് അത്രയും വെടിയേറ്റിട്ടും വിമാനം തിരിച്ചു വന്നു. അതിന്റെ അർത്ഥം അതിന് ഈ വെടിയെ ചെറുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. എല്ലാ വിമാനങ്ങളുടെയും ആ ഒരു പാർട്ടിന് വെടിയെ ചെറുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ മറ്റു ഭാഗങ്ങൾക്ക് ഇല്ല എന്നതാണ് അത് അർത്ഥമാക്കുന്നത്. കാരണം മറ്റു ഭാഗങ്ങൾ ഒരുപക്ഷെ വെടിയേറ്റതുകൊണ്ടായിരിക്കാം മറ്റ് വിമാനങ്ങളെല്ലാം തകർന്നു പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ മറ്റു ഭാഗങ്ങളാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. അതായത് വീക്കസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പൊ നമുക്ക് ബയോ കെമിസ്ട്രി ഇപ്പം സിലബസ് എടുത്തു കഴിഞ്ഞാൽ, മൈക്രോബയോളജി എന്ന് പറയുന്ന ഒരു ഏരിയ, ഇപ്പം MLT ഒരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പല പല പാർട്ടുകളുണ്ട്. ബാക്ടീരിയോളജി ഉണ്ട്, വൈറോളജി ഉണ്ട്, മൈക്കോളജി ഉണ്ട്, ജനറൽ മൈക്രോബയോളജി ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടം ജനറൽ മൈക്രോബയോളജി ആണെന്ന് പറഞ്ഞ് അതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കേ കിട്ടുകയുള്ളൂ. നമുക്ക് മൈക്കോളജി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അതിൽ കുറച്ച് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് 5 ചിലപ്പോൾ 6 മാർക്ക് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് യുവർ വീക്കസ്റ്റ് പോയിന്റ്. എപ്പോൾ നമ്മൾ വളരെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അവസാന നിമിഷം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ബോറിംഗിലേക്ക് നയിക്കും. എങ്കിലും മാക്സിമം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വീക്കസ്റ്റ് പോയിന്റ് കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം, 15 മിനിറ്റ് എങ്കിൽ 15 മിനിറ്റ്, 20 മിനിറ്റ് എങ്കിൽ 20 മിനിറ്റ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മണിക്കൂറുകൾ, ഈ വീക്കസ്റ്റ് പോയിന്റ് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ, അതുകൂടി നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് തീർക്കാനായിട്ട് കഴിയും. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള നിങ്ങളെ പോയിന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏരിയകളായിരിക്കണം നിങ്ങൾ വളരെ നല്ല രീതിയിൽ കവർ ചെയ്യേണ്ടത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ടോപ്പിക്ക് മൈക്കോളജിയാണ്. ഇന്ന് നിങ്ങൾ പെട്ടെന്ന് എനിക്കൊരു മൈക്കോളജിയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. പക്ഷേ ഒരു എക്സാമിനേഷന് പോകുമ്പോൾ ഞാൻ ആദ്യം പഠിക്കുന്നത് മൈക്കോളജിയാണ്. മൈക്കോളജി തീർത്തിട്ടേ ബാക്കിയുള്ള, കാരണം എനിക്കറിയാം ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ എനിക്ക് അറിയാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ മൈക്കോളജിയിലെ മാർക്കായിരിക്കാം ഒരുപക്ഷെ എൻ്റെ റാങ്ക് താഴേക്ക് കൊണ്ടുപോകാനുള്ളത്, അല്ലെങ്കിൽ കാരണമാകുന്നതും എന്നും കൃത്യമായിട്ടും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൈക്കോളജി ആയിരിക്കും ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വീക്കസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം നമ്മൾ ആദ്യം എടുക്കേണ്ടത്. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മുടെ PSC വെബ്സൈറ്റിനകത്ത് 2014 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതിൽ PSC മാത്രമല്ല, MSc MLT ഒരു രസകരമായിട്ടുള്ള കാര്യം കൂടി പറയട്ടെ. MSc MLT ഇങ്ങനെ ജിപ്മറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി ഏത് എക്സാം കാരണം ജൂലൈയിലാണ് MSc MLT ജിപ്മർ എക്സാം നടക്കുന്നത്. ഡിസംബർ ടൈമിലാണ് MSc MLT കുഹാസ് എക്സാം നടക്കുന്നത്. പിന്നെ ഏത് എക്സാം വന്നു കഴിഞ്ഞാൽ എഴുതാം എന്നുള്ള ഞാൻ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ലെവൽ നിൽക്കുമ്പോഴാണ് പഴയ ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരം എനിക്ക് കിട്ടുന്നത്. അതില് തൊട്ട് തലേ വർഷം നടന്നൊരു എക്സാമിനേഷൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 2016 MSc MLT എൻട്രൻസ് എക്സാമിനേഷൻ. അത് കിട്ടിയപ്പോൾ എന്റെ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. എനിക്ക് ചെറുതായിട്ട് ദേഹമൊക്കെ തളർന്നു തുടങ്ങി. ഇത്രയും കാലം ഞാൻ വായിച്ചു വെച്ചിരുന്ന എന്റെ കോൺഫിഡൻസ് ഒക്കെ തകർന്നു തുടങ്ങി. കാരണം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എനിക്കൊന്നും അറിയില്ല. ഞാൻ തന്നെ എനിക്കറിയുന്നില്ല. ഹ്യൂമൻ ലാക്റ്റ് ആൽബുമിൻ എന്താണ്, വാട്ട് ഈസ് ദി എമൗണ്ട് കോൺസെൻട്രേഷൻ റിയേജന്റ് യൂസ്ഡ് ഫോർ ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ്. ഞാൻ ഇതൊക്കെ എവിടെ, ഏത് ടെക്സ്റ്റ് ബുക്ക് എവിടെ കിടക്കുന്നു, ഞാനൊന്നും പഠിച്ചിട്ടേ ഇല്ലല്ലോ. സോ ആക്ച്വലി ആ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നത് നമ്മുടെ വാർലി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആലോചിച്ച്, അപ്പൊ ഞാൻ പിന്നീട് അതിന്റെ റിസൾട്ട് നോക്കി. അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 240 എന്ന് പറയുന്ന മാർക്ക് തന്നെ ആർക്കും മേടിക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ടഫ് എക്സാം ആയിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയും ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിന് തൊട്ടുമുമ്പുള്ള എക്സാം ഒക്കെ നമ്മൾ കാണുകയാണ്, അതൊക്കെ വളരെ എളുപ്പം നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്താണ് വാട്ട് ഈസ് ദി സ്റ്റെറിലൈസേഷൻ കൺട്രോൾ യൂസ്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ്, വാട്ട് ഈസ് ദി വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഗ്ലാസ് വെയർ ഈസ് റുട്ടീൻലി യൂസ്ഡ് ഇൻ ലബോറട്ടറി. അങ്ങനെയൊക്കെ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിന്നിട്ട് നേരെ പോയി നടക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളൊക്കെ ചോദിച്ചു തുടങ്ങിയിരിക്കുക. ഒരുപക്ഷെ റെയർ അല്ലായിരിക്കാം, പക്ഷെ അന്ന് എനിക്ക് റെയർ ആയിട്ടാണ് തോന്നിയത്. അപ്പൊ ആ ഒരു സംഭവം, അതായത് എന്താണ് 2016 വന്നപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും
മറ്റു വ്യത്യസ്തമായ രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. 2017 മുമ്പ് വരെയും, സോറി 2017-18 എക്സാം പറയണമല്ലോ, 2017 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയായിരുന്നു: ഗ്ലൈക്കോസ്യൂറിയ ഇസ് ദി പ്രസൻസ് ഓഫ് ഡാഷ് ഇൻ യൂറിൻ. എത്ര മനോഹരമായിട്ടുള്ള ക്വസ്റ്റ്യൻ! അത്തരത്തിലുള്ള 50 ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2017-18 എക്സാമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിനുശേഷം വന്ന ഈ സിലബസിനും PSC തന്നെ 100% ക്വസ്റ്റ്യൻസും MLTക്ക് ആക്കാൻ തീരുമാനിച്ചതിന് ശേഷം വന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളിൽ ഉണ്ടായ മാറ്റം, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബഹിർഗമനം, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ 2014 മുതൽ 2017 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു റഫറൻസിന് ഇരിക്കട്ടെ എന്ന് പറയുന്ന രീതിക്ക് നിങ്ങൾ എടുക്കാവൂ. അതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. പകരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. അത് നമ്മുടെ MLTയുടെ ക്വസ്റ്റ്യൻ തന്നെ നോക്കണമെന്നില്ല, നഴ്സിംഗിന്റെതും ഒക്കെ നമ്മൾ നോക്കണം. ആക്ച്വലി ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനെ പറ്റിയിട്ട് എനിക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. കാരണം അതില് ഈ പറയുന്ന പോലെ നഴ്സിംഗിന്റെ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ആ നഴ്സിംഗിന്റെ കാര്യങ്ങളിൽ അവർ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഞാൻ ആലോചിച്ചു എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, 1 and 2 and 3, 1 2 3 all are true, all are false എന്നൊക്കെ പറയുന്ന നമ്മുടെ അറിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല പല മോഡൽസ് കിട്ടും. ചേരുംപടി ചേർക്കൽ, സീക്വൻസുകൾ, ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലുള്ള സീക്വൻസുകൾ പഠിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. ദെൻ കേസ് സ്റ്റഡി. പണ്ട് കാലങ്ങളിൽ PSCക്ക് ഒരു കാലത്തും ചോദിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാധനമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എ പേഷ്യന്റ് വെന്റ് ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ഗിവിംഗ് ദിസ് ആൻഡ് ദീസ് ആൻഡ് ദീസ് വാല്യൂസ് ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിൾ ഡയഗ്നോസിസ്. അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി വരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താലേ കഴിയുകയുള്ളൂ. അപ്പൊ അതാണ് ഈ ആക്ച്വലി നിങ്ങൾ പലരും JSO എന്ന് പറയുന്ന എക്സാം എഴുതുന്നുണ്ടായിരിക്കും. JSOക്കാർക്ക് പറ്റാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. അവർക്ക് ആക്ച്വലി എന്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2016-നും 2012-13 ആ ഒരു ടൈം വളരെ പഴയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് ജനറൽ നോളജ് ഉണ്ട്. അതല്ല 100% MLT അല്ലെങ്കിൽ 100% സയൻസ് സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോ നിങ്ങൾക്ക് നോക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ സയന്റിഫിക് അസിസ്റ്റന്റ് ഇൻ ബയോകെമിസ്ട്രി ഞാൻ എഴുതിയ എക്സാം, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പത്തോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ, അതൊക്കെ എങ്ങനെ നടക്കും? അവരുടെ ചോദ്യങ്ങൾ എടുക്കുക. അപ്പൊ അവിടെ നമുക്ക് എന്തായാലും 100% നമ്മുടെ അതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ലെങ്കിലും കുറെ അധികം മൈക്രോബയോളജിയുടെയും അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നമ്മുടെ ഈ പറയുന്ന എക്സാംസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. എങ്ങനെയാണ് മൈക്രോബയോളജിയിലെ സ്റ്റേറ്റ്മെന്റ് ലെവൽസ് പോയിരിക്കുന്നത്, എങ്ങനെയാണ് പത്തോളജിയുടെ സ്റ്റേറ്റ്മെന്റ്സ് പോയിരിക്കുന്നത്, എങ്ങനെയാണ് ബയോകെമിസ്ട്രിയുടെ സ്റ്റേറ്റ്മെന്റ് പോയിരിക്കുന്നത്. സയന്റിഫിക് അസിസ്റ്റന്റ് ബയോകെമിസ്ട്രി എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തത് ഈ പറയുന്ന ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തത്. കാരണം എനിക്ക് ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നതിനകത്ത് സിലബസ് ഒക്കെ വേറെ ആയിരുന്നു. അതുപോലെ തന്നെ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഈ ക്വസ്റ്റ്യൻസ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോകെമിസ്ട്രി എക്സാം നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്താൻ കഴിയും. 2-3 ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പത്തോളജിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ കുറവാണെങ്കിലും മൈക്രോബയോളജിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറും നിങ്ങളുടെയൊക്കെ എക്സാം ഏകദേശമൊക്കെ ഒരേ, നമ്മുടെ മീൻസ് MLTക്കാർക്കും ഒരേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇതില്ലേ, അല്ലെങ്കിൽ നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് ഒന്നും, ഈ അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുള്ള ക്രൈറ്റീരിയ വേണ്ട. മറ്റ് എക്സാമുകൾ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളും, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ സയന്റിഫിക് അസിസ്റ്റന്റ് എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോറൻസിക്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഈ ബയോകെമിസ്ട്രി മൈക്രോബയോളജി ഒക്കെ അതിന് ഉണ്ട്. അപ്പൊ അങ്ങനെ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോബയോളജിസ്റ്റ്. ആ എക്സാമുകളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം പഠിക്കുക. അതിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള ഈ സെറ്റ് ഓഫ് മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അത് വളരെ ഒരു ബൂസ്റ്റ് ആയിരിക്കും. നമുക്കൊരു എന്താ പറയുക, ഒരു പുതിയൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കൊരു അപരിചിതത്വം ഫീൽ ചെയ്യത്തില്ല, ഒരു സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ഓക്കെ, നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് വായിച്ചു നോക്കാനൊക്കെ തോന്നും. അതല്ലാതെ നമ്മൾ ഇതൊന്നും വായിക്കാതെ ഒരൊറ്റ ഗൈഡ് ബേസ് ചെയ്ത് ഒരു പഴയ ഏതെങ്കിലും, അതായത് സിലബസ് ഒന്നും മാറ്റുന്നതിന് മുമ്പ് വളരെ ഏതെങ്കിലും പഴയ നേരിട്ടുള്ള ചോദ്യങ്ങളും പഠിച്ച് നേരെ ഒരു എക്സാം എഴുതാൻ പോയാലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അത് കാണും, നമ്മൾ അവിടെ ഡ്രോപ്പ് ആവും. ഈ അടുത്ത എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് DMEയുടെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇത്തരത്തില്
സ്ട്രഗിൾ ചെയ്തു. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്ച്വലി ആ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഇരുത്തി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ അവിടെ സമയ ക്രമീകരണം എന്നുള്ള പരിപാടി കൊണ്ട് നമുക്ക് അവസാനം പറയാം. അപ്പൊ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങളുടെ എക്സാം അതിന്റെ ഈ അടുത്ത കാലത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള സബ്ജക്റ്റിന്റെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് PSL സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അത് നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സമയ ക്രമീകരണം. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് 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 നമുക്ക് വായിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബാക്കി ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആയിരിക്കും. അപ്പൊ അറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്ത് പോവുക. ദെൻ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് തീരാനായിട്ട് കഴിയും. വിത്തിൻ ഒരു 20 to 25 മിനിറ്റ്സ് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. പിന്നീട് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സമയം എടുത്ത് വായിച്ച് ആൻസർ ചെയ്താലും മതി. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയുള്ള പരിപാടി 100-ൽ 100 മാർക്കും മേടിച്ചെന്ന് കരുതി മേടിച്ചിട്ടുണ്ട് ആരും എന്ത് ആവുന്നില്ല, 1ാം റാങ്ക് ഉള്ളവർ ആകുന്നില്ല. കാരണം അതിനുള്ള ശ്രമം നിങ്ങൾ നടത്താറുണ്ട് പലപ്പോഴും, അല്ലെ? 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാറുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതും കറക്കി കുത്തുന്നതും ഒക്കെ ചിലർ ചോദിക്കും, ഇങ്ങനെ കറക്കി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതൊക്കെ ലെക്കാണ്, പ്യുവർ ലെക്കാണ് ഈ കറക്കി കുത്തിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എനിക്ക് അറിയാമെങ്കിലും ബാക്കി 2 അറിഞ്ഞുകൂടെങ്കിലും മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി, 50% പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ ശരിയാകാനായിട്ട്. സോ അതുകൊണ്ട് എനിക്ക് കറക്കിക്കുത്ത് എന്താണ്, ചിലർ പറയും ഞാൻ കറക്കിക്കുത്തിയാണ് പാസ്സായത്. അത് അവരുടെ ലെക്ക്. എല്ലാവർക്കും ആ ഒരു ലെക്ക് ഉണ്ടായെന്നിരിക്കില്ല. ചിലർ കറക്കിക്കുത്തിയാണ് തോറ്റത് എന്ന് അവരാരും പുറത്തു പറയത്തില്ല. എങ്കിൽ കറക്കിക്കുത്തി ഒരുപാട് പേര് തോറ്റിട്ടുമുണ്ട്, അല്ലെങ്കിൽ പിന്നിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ DHSന്റെ എക്സാമിനേഷൻ ജനറൽ നോളജ് ഇതല്ലെങ്കിൽ അതായിരിക്കും എന്ന് പറഞ്ഞ രീതിക്ക് കറക്കി കുത്തുകയുണ്ടായി. 13 മാർക്കാണ് പോയത്. ദാറ്റ് ഇസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് റാങ്ക് പിന്നിലേക്ക് കൊണ്ടുപോയി. സോ അതുകൊണ്ട് തന്നെ ഈ കറക്കി കുത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് അവസരം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ, ഞാൻ എന്റെ കാര്യം മാത്രം പറഞ്ഞ കാര്യമില്ലല്ലോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ക്രൈറ്റീരിയ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ വെറുതെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു പോയിന്റ് മാത്രം പഠിച്ചങ്ങ് പോകരുത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ്. ഓക്കെ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ് സാധാരണഗതിയിൽ പഠിക്കുകയും ചെയ്യുന്നത് എന്താ? ജനറൽ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസിന് 2% ഡിറ്റർജന്റ്, അതിന്റെ സീക്വൻസും ഒന്ന് പഠിക്കും. സീക്വൻസ് പഠിക്കുന്ന പരിപാടി ഇല്ല, ഇപ്പോഴാണ് തുടങ്ങിയത്. ആദ്യം ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യും, പിന്നെ ഡിറ്റർജന്റിൽ സോക്ക് ചെയ്യും, പിന്നെ ടാപ്പ് വാട്ടറിൽ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രബ് ചെയ്യും, പിന്നെ ഡിസ്റ്റിൽ വാട്ടറിൽ റിൻസ് ചെയ്യും, എയർ ഡ്രൈ ചെയ്യും. അത് ഇപ്പോഴാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. പിന്നെ എക്സ്ട്രീംലി ഡർട്ടി ആയിട്ടുള്ള സാധനങ്ങൾക്ക് ക്രോമിക് ആസിഡ്, ന്യൂ ഗ്ലാസ് വെയർസിന്റെ 5% HCl. ഇത്ര മാത്രം പോയിന്റുകളെ നമ്മൾ സാധാരണ പഠിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കെയർ ഓഫ് ഗ്ലാസ് വെയർസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ഗ്ലാസ് വെയർ യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം നമ്മൾ സൂക്ഷിക്കണം, പെട്ടെന്നുള്ള ഹീറ്റ് ഷോക്ക് ഒഴിവാക്കണം. അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ 5 മാർക്കിനും 10 മാർക്കിനുള്ള എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇവിടെ അതുകൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചോദിക്കും, ഓൾ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കെയർ ഓഫ് ഗ്ലാസ് വെയർ ഈസ് ട്രൂ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള എന്താണ് ഹീറ്റ് ഷോക്ക് കൊടുക്കുക, അതായത് പെട്ടെന്ന് ഹീറ്റ് ചെയ്യുക, പെട്ടെന്ന് കൂൾ ചെയ്യുക. ദാറ്റ് ഈസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. അതേപോലെ ഗ്ലാസ് വെയർസ് വാഷ് ചെയ്യുമ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴും അവിടെ ഒരിക്കലും അബ്രേഷൻ വരാൻ പാടില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ സെലക്ഷൻ ഓഫ് ഗ്ലാസ് വെയർസ്, അതായത് പ്രൊലോങ്ഡ് ഹീറ്റിങ്ങിന് നമുക്ക് ഒരിക്കലും ബോറോസിലിക്കേറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കെയർ വരെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. നമ്മൾ സാധാരണഗതിയിൽ അത് പഠിക്കാറില്ല. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരും എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ അതായത് നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ഒരു എക്സാമിലേക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, നമുക്ക് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓൾ ദി ഫോളോവിങ് ഇസ് ട്രൂ എക്സെപ്റ്റ് വരും. ദെൻ വളരെ ഹൈ ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം 15 മുതൽ 20% വരും. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ പോകണം. നമ്മൾ എവിടെ എത്തണം? പല കുട്ടികളും റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ മതി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി വരാൻ സാധ്യതയുള്ള വേക്കൻസികളുടെ 3 ഇരട്ടിയാണ് അതിനകത്ത് ഇടുന്നത്. ആ 3ാമത്തെ ഇരട്ടിയിൽ അവസാനത്തെ നമ്പറിൽ എത്തിയിട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ എപ്പോഴും നമ്മൾ എയിം ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, സെൽഫിഷ് ആവുക. സെൽഫിഷ്, അതായത് നമ്മൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യം പഠിക്കുന്നുണ്ടോ പഠിക്കാതിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ
നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കുക വെൻ വി സ്റ്റഡി. കാരണം അങ്ങനെയാണ് നമ്മളെല്ലാവരും. ഓക്കെ, എക്സാമിനേഷൻ നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാനോ, കാരണം അത് കോമൺ ലൈഫിന്റെ കേസാണ്. നമ്മൾ ആര് അതിലേക്ക് പിടിച്ച് കയറുന്നു, അതായത് നമ്മൾ പരിണാമ സിദ്ധാന്തം എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നമ്മളൊക്കെ എങ്ങനെ പരിണമിച്ചുണ്ടായത്? എന്താണ്? സെലക്ഷൻ ഓഫ് ഓർഗാനിസം വിച്ച് ഹാവിങ് സ്യൂട്ടബിൾ ട്രാൻസ്ഫർമേഷൻസ്, അല്ലെ? ആ ഒരു അനുകൂലനങ്ങൾ ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അഡാപ്റ്റ് ചെയ്തവയെ മാത്രമേ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് ഡാർവിൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അപ്പൊ അതുപോലെ തന്നെ, കാരണം അവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മനുഷ്യവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വർഗം പറയാണ്, അയ്യോ എന്റെ കൂടെ അവൻ ഇതാ അങ്ങനെ പോകുന്നു, അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ അങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ മനുഷ്യകുലം ഉണ്ടാവുമായിരുന്നില്ല. മനുഷ്യൻ അവന്റേതായ രീതിക്ക് അഡാപ്റ്റേഷൻസ് കൊണ്ടുവന്നത് കൊണ്ടാണ് മനുഷ്യന്റെ കൂടെ ഇരിക്കുന്ന പല ജീവികളും ഇന്നും കാണുന്നത്. ഇല്ലെങ്കിൽ ഇല്ല, അവയൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവത്തില്ല, എക്സ്റ്റിന്റ് ആയി പോയിന്. അപ്പൊ അതുപോലെ തന്നെ നമ്മളും അഡാപ്റ്റേഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സർവൈവ് ചെയ്യാൻ, ഇൻ ഓർഡർ ടു സർവൈവ് ദാറ്റ് PSC. കാരണം കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. 2010 ഉണ്ടായിരുന്ന BSc-MLT കോളേജുകളല്ല, MSc-MLT കോളേജ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നു. എനിക്കൊന്നും എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയോ ഒരു കോളേജ് ആഡ് ചെയ്തതായിട്ട് ഞാൻ കേട്ടു. KMCT ആണെന്ന് തോന്നുന്നു, കോഴിക്കോട്. സോ ഇത്തരത്തിൽ MSc-MLT-യുടെ സീറ്റുകൾ കൂടുന്നു, BSc-MLT-യുടെ സീറ്റുകൾ കൂടുന്നു, DMLT-യുടെ സീറ്റുകൾ കൂടുന്നു. അങ്ങനെ ഒരു വലിയൊരു കോമ്പറ്റീഷനിൽ നമുക്ക് ത്രൈവ് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരെക്കാളും ഒരു എക്സ്ട്രാ അനുകൂലനങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കോച്ചിങ് സെന്ററുകളുടെ സഹായം നിങ്ങൾ ചിലപ്പോൾ തേടുമായിരിക്കും, തേടില്ലായിരിക്കും. പക്ഷെ ഒരു സഹായം നിങ്ങൾ തേടുന്നില്ലെങ്കിൽ, എന്റെ സമയത്ത് ഞാൻ കോച്ചിങ് സെന്ററുകളെ പറ്റിയിട്ട് ഇൻ കേസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പോയിരുന്നു. സോ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, കോച്ചിങ് സെന്ററിൽ പോകുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കോച്ചിങ് സെന്ററിൽ വലിയൊരു തുകയായതുകൊണ്ട് പോയിട്ടില്ല. ആകെ അറിയാവുന്നൊരു കോച്ചിങ് സെന്റർ, വലിയൊരു തുകയാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിൽ പറ്റാത്തതുകൊണ്ട് പോയില്ല. അപ്പൊ അതുപോലെ നമ്മുടെ ഒരു എബിലിറ്റിയുടെ വിശ്വാസം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കണം ഒരു എയ്ഡ് നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്കല്ലാതെ ഒറ്റയ്ക്ക് അടിച്ചു കയറി പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ അതേസമയം നമ്മൾ ഒരുപാട് കാലമായി നമുക്കിനി ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോച്ചിങ് സെന്ററിൽ തരാം. കാരണം 99 കുട്ടികളും കോച്ചിങ് സെന്ററിൽ തേടുകയും നിങ്ങൾ കോച്ചിങ് സെന്റർ ഇല്ലാതെ പോവുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം പൈസ കൊടുത്ത് പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാനായിട്ട് തോന്നും. സ്വന്തമായിട്ടിരിക്കുമ്പോഴാണ് ഇന്നില്ലേ നാളെ പഠിക്കാൻ, മറ്റാ അയ്യോ 10,000 രൂപ കൊടുത്താണല്ലോ, പഠിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സമയം, അല്ലെങ്കിൽ നമ്മുടെ കാശ് നഷ്ടമാകും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെ പോകും. അപ്പോ ഏകദേശം 1 മണിക്കൂറിന് 1-2 മിനിറ്റുകളോട് ബാക്കി. ഇനി ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ, എങ്ങനെ മെമ്മറിയിൽ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പൊ എല്ലാവരും പറയും, സാറേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു, സമയമൊക്കെ മാറ്റിവെച്ചു, സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു, പക്ഷെ ഞാൻ മറന്നു പോകുന്നു, എനിക്ക് ഒന്നും അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ടാവും. അക്യുമുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഓൺലി വൺ വേ ദെയർ, റിപ്പിറ്റീഷൻ. കാണാപ്പുറം പഠിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന്റെ ഒരു മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇത്. റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ പറയും മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. എത്ര മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കിയുള്ള ഒരു കാണാപ്പാഠം പഠനം, ഇതാണ് നമുക്ക് വേണ്ടത്. എന്റെ +2 ഒരു ടീച്ചർ പറഞ്ഞ മനസ്സിലാക്കിയുള്ള കാണാപ്പാഠം പഠനം. ഇത് ഇപ്പൊ ഈ കളറിമീറ്ററിൽ ഇത് ഇവിടെ നിന്ന് അങ്ങനെയാണ് പോകുന്നത്, ഇതിങ്ങനെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ക്യുവറ്റ് മെറ്റീരിയൽ കോഡ്സ് ആണ് സ്പെക്ട്രോ ഫോട്ടോമീറ്ററിന്റെ എന്നുള്ളത് കാണാപ്പാഠം പഠിച്ചാലേ മൈൻഡിൽ ഇരിക്കത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ അതിന്റെ പർപ്പസ് നമുക്ക് അറിയായിരിക്കും, പക്ഷെ നമുക്ക് അത് പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ അത് മറന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഹൃദിസ്ഥമാക്കണം, കാണാതെ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം. ഈ മെമ്മറി എന്ന് പറയുന്നത്, ന്യൂറോൺസ് എന്ന് പറയുന്നത് റിപ്പിറ്റീഷനിലൂടെ, നമ്മളൊരു കൊച്ചുകുട്ടിയെ തന്നെ നോക്കിയാൽ മതി. ആ കൊച്ചുകുട്ടി ആ കുട്ടി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ് ആ കുട്ടി പറയുന്നത്. ആദ്യം അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്ന അമ്മ അമ്മ അമ്മ, വിളി വിളി മനെ വിളി, അച്ഛ അമ്മ എന്ന് നമ്മൾ പറയുമ്പോഴാണ് അവൻ അമ്മയെന്നും അച്ഛ എന്ന് വിളിക്കുന്നത്. അല്ലാതെ അവൻ ഗർഭപാത്രത്തിൽ നിന്ന് കിടക്കുമ്പോൾ മറ്റേ അഭിമന്യുവിനെ പോലെ എഴുതി പഠിച്ചുകൊണ്ട് വരുന്നില്ല. നമ്മൾ പുറമേ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ് പിന്നെയും ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. പിന്നെ വീഡിയോസ് കാണും, വീഡിയോസ് നോക്കി അതിന്റെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്യും. ഇതെല്ലാം തന്നെയും ആദ്യത്തെ ദിവസം കണ്ട ഉടനെ തന്നെ ഒരു കുട്ടി ഒരു പാട്ട് പഠിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഇല്ല. രണ്ടാമത്തെ റൗണ്ടിലും വീൽസ് ഓൺ ദി ഗോ, റൗണ്ട് ആൻഡ് റൗണ്ട്, എന്താണ് ഡോർസ് ഗോ സിഷ്, അല്ലെ ഡോറല്ലോ, വൈപ്പേഴ്സ് ഗോ ഷുഷ് 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 എന്നൊക്കെ പറയുന്നത് പിന്നെയും 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 റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴാണ് കുട്ടി അതേപോലെ തന്നെ നൃത്ത രൂപത്തിൽ തന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് മെമ്മറി ഡെവലപ്മെന്റിനെയാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് മൊബൈലിന്റെ അഡിക്ഷൻ എന്നൊക്കെ പറയുമെങ്കിലും കുട്ടി അതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്, അവരുടെ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളും.
നമ്മള് ഈ പറയുന്ന പോലെ BSc MLTയിലെ പല കാര്യങ്ങളും ആദ്യം വരുന്നു, പഠിക്കുന്നു. അത് ഒറ്റ ദിവസം കൊണ്ട് അധ്യാപകം പഠിപ്പിച്ച് തീരുമ്പോൾ തന്നെ നമ്മൾ പഠിക്കത്തില്ല. എത്ര നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലപ്പോൾ മൈൻഡിൽ ഇങ്ങനെ തറച്ചിരിക്കും, അധ്യാപകൻ പറയുന്ന വാക്കുകൾ തറച്ചിരിക്കും. പക്ഷെ അതിനെ ഒന്നുകൂടി നല്ല ക്രാഫ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി പഠിക്കണം. ഒന്നുകൂടി ആ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കതിൽ പിന്നെയും എന്തെങ്കിലും ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഈറ്റ്, സ്ലീപ്പ്, സ്റ്റഡി, റിപ്പീറ്റ്. ആ റിപ്പീറ്റേഷൻ സൈക്കിള് നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ തോന്നുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളത്, തീർച്ചയായിട്ടും അല്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ പറയും പോലെ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു. ഓക്കെ, ഒരു ദിവസം 1 മണിക്കൂർ സമയത്തിൽ നമ്മൾ പഠിക്കുന്നു ഫസ്റ്റ് ഡേ. ഓൺ ദ സെക്കൻഡ് ഡേ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തലേ ദിവസം പഠിച്ച ആ കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ടത്. 10 പോയിന്റ് ആണെങ്കിൽ 10 പോയിന്റ്, ആ 10 പോയിന്റും പുസ്തകം തുറന്നു നോക്കാതെ, കാണാതെ, പറയാതെ നിങ്ങൾ ഇനി മനസ്സിലാക്കിയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കുക. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ആദ്യം ഇത് പഠിച്ച് ഹൃദയസ്ഥമാക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ എങ്ങനെ വേണോ വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അവഗാഹം, റിപ്പീറ്റ് ചെയ്യുക, മൈൻഡിൽ അത് ഇംപ്രിന്റ് ചെയ്യുക. അപ്പോൾ അതൊരു വേ, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം അതിനെപ്പറ്റി പഠിക്കുക. പിന്നെ തലേ ദിവസം ചിലപ്പോൾ വേറെ സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യം എപ്പോഴായിരിക്കും പഠിക്കുന്നത്? അതുമായി ഇപ്പൊ മൈക്രോബയോളജിയിൽ ഒരു ഉദാഹരണം, മൈക്രോബയോളജിയിൽ സ്റ്റെറിലൈസേഷൻ ആണ് ഞാൻ ആദ്യത്തെ ദിവസം പഠിക്കുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷനിൽ ഡ്രൈ ഹീറ്റ് മെത്തേഡിൽ ഹോട്ട് എയർ ഓവനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഹോട്ട് എയർ ഓവൻ ഇങ്ങനെയാണ്, അതിന്റെ ഹോൾഡിംഗ് പീരീഡ് 160°C ഫോർ 2 hour ആണോ, 1 hour ആണോ, 150°C ഫോർ 1 hour ആണോ, അത് ഒഫ്താൽമിക് ഇൻസ്ട്രുമെന്റ്സിനാണോ, അങ്ങനത് ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സിന് സ്യൂട്ടബിൾ ആണ്. ഇതിന്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസ്ട്രിഡിയം ടെക്നനി, ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോസ്ട്രിഡിയം ടെക്നനി, കെമിക്കൽ കൺട്രോൾസ് ആയിട്ട് ബ്രൗൺസ് ട്യൂബ് ആൻഡ് ദെൻ തെർമോകപ്പിൾസ്. ഇത്രയാണ് അതിന്റെ മെയിൻ പോയിന്റ്സ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു. സെക്കൻഡ് ഡേ ഈ മെയിൻ പോയിന്റ്സ് പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഓട്ടോക്ലേവ് പഠിക്കാൻ. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പാഠഭാഗം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ റിവൈസ് ചെയ്യണം. അത് വിത്തിൻ ഒരു 10 daysോ 2 weeksോ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് റിവൈസ് ചെയ്യണം. അന്ന് ആദ്യം പഠിച്ച ഹോട്ട് എയർ ഓവൻ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. എത്ര പോയിന്റ് മൈൻഡിൽ ഇരിക്കണമെന്ന് ഓർമ്മിക്കാലോ. അപ്പൊ അതൊക്കെ ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ ഏതൊക്കെ സമയത്ത് നമുക്ക് അവസരം കിട്ടുന്നു അവിടെയെല്ലാം റിവൈസ് ചെയ്യുക. അപ്പൊ അതിലൊന്ന് നമ്മുടെ തന്നെ സ്റ്റഡി ഏരിയയിൽ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പൊ നിങ്ങൾ ഒരു മൈക്രോബയോളജി ലാബിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം പഠിച്ച ഹോട്ട് എയർ ഓവന്റെ കൺസെപ്റ്റ് നിങ്ങൾ ആ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുമ്പോൾ കാണുമ്പോൾ, വെറുതെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയാണ് ഇന്നലെ പഠിച്ചത്, അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കണം. ആ ഫാനൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ അവർ പറയും അടച്ചു ചെയ്ത് ഓൺ ചെയ്തിരിക്കുകയാണ്, മുഖത്ത് കാറ്റടിക്കുന്നു പറയും. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, അതിനകത്ത് പാരഫിൻ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ വെറുതെ നോക്കുക. ദെൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യുക. ഞാൻ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പഠിപ്പിച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഈ ബയോകെമിസ്ട്രി ലാബിലൊക്കെ ക്ലിയറൻസ് ഒക്കെ ഞാൻ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റഡ് GFR ഒക്കെ വരും. അപ്പൊ ഞാൻ എസ്റ്റിമേറ്റഡ് GFR അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ മൈൻഡിൽ ഇങ്ങനെ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദെൻ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇവൻ ദോ നമ്മൾ സെൽഫിഷ് ആണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും കമ്പൈൻ സ്റ്റഡി ഇനീഷ്യലി നല്ല രീതിയിൽ തുടങ്ങിയതിന് ശേഷം പിന്നീട് വീട്ടിലെ മീൻകറി മുതൽ ഓണത്തിന്റെ ഡ്രസ്സ് മുതൽ ഡാൻസും ഒക്കെ ആയിട്ട് മാറിപ്പോവാറുണ്ട്. സോ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ കമ്പൈൻ സ്റ്റഡി തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞത് സെൽഫിഷ് ആവുക. എന്നിട്ട് പറയുക, അതാ ഈ മെഷീൻ കണ്ട് ചുമ്മാ അവരെ മുമ്പിൽ മറ്റേ ശ്രീനിവാസൻ പറയുന്ന പോലെ, ശോഭയെ നോക്കൂ, ഇതാണ് ഹോട്ട് എയർ ഓവൻ. ഈ ഹോട്ട് എയർ ഓവന്റെ ഹോൾഡിംഗ് പീരീഡ് 160°. ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബോറിംഗ് പരിപാടിയാണ് മറ്റുള്ളവർക്ക്. പക്ഷെ ചില ആൾക്കാർ, ഇപ്പം എന്റെ കൂടെ കിംസിലൊക്കെ വർക്ക് ചെയ്യുന്ന നബീൽ എന്നൊക്കെ പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിക്കൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും അടയക്കുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു ഇന്റൻസിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെ കണ്ടെത്തുക. ഇങ്ങനെ പുതിയ കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇന്റൻസിറ്റി ഉള്ള ആൾക്കാരെ കണ്ടെത്തുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലാത്തവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ അതിനകത്ത് പാരഫിൻ ഓയിൽ ഇരിക്കും, അതിരിക്കും, ഹോൾഡിംഗ് പീരീഡ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ
ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതല്ല നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, MSc MLT-കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MSc MLT-യുടെ ഒരു പാർട്ടാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പറ്റിയ ഇരകളാണ് BSc MLT കുട്ടികൾ. പിടിക്കുക എല്ലാത്തിനും, വിളിച്ച് ചോദ്യം ചോദിക്കണം, നിനക്കതൊക്കെ അറിയാമോ? പറയില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കുക, അവർക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ സംശയങ്ങൾ, ഞാൻ ഇന്നും അന്നും എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആര് സംശയം ചോദിച്ചു കഴിഞ്ഞാലും നോ പറയരുത്. സമയം കിട്ടില്ലെങ്കിൽ മാത്രം നോ പറയുക. ഇപ്പൊ പറയാടാ, ഇപ്പം പറയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് പുസ്തകം ഒന്ന് തിരഞ്ഞു പഠിച്ച് ആ പോയിന്റ് ഒന്ന് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മളെക്കാൾ താഴ്ന്ന അതിൽ ഒരു കുഞ്ഞു കുട്ടിക്ക്, ഇപ്പൊ ഞാൻ 4th ഇയർ ആണെങ്കിൽ താഴ്ന്ന ലെവൽ എന്ന് പറയുമ്പോൾ 2nd ഇയർ BSc MLT-ക്കോ ഫസ്റ്റ് ഇയർ BSc MLT-ക്കോ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊന്നും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു മാറ്റിരിച്ച് നോക്കാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഷെയറിങ്ങും ചെയ്യാനായിട്ട് കഴിയും. സോ അപ്പൊ ഇത്തരത്തില് പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ അന്നും ഇന്നും എന്നും ഓർക്കുന്ന ഒരൊറ്റ വാക്കേ ഉള്ളൂ. അത് വേറെ പണ്ട് ഈ സർവശിക്ഷ അഭിയാന്റെ ഒക്കെ ഒരു പരസ്യം കാർട്ടൂണായിട്ട് കളി കുട്ടികളെ പഠനത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് അതിലൊരു തത്തയുണ്ട്. ആ തത്ത എപ്പോഴും പറയും ചാഹ് തോ രാഹ്, അതായത് ചാഹ് ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു വഴിയും ഉണ്ടാകും. അതിന് ഇംഗ്ലീഷിലും വേറെ പരിപാടി ഉണ്ട്, നിങ്ങൾ അറിയാതെ. ഓക്കെ, അപ്പോ ചാഹ് തോ രാഹ്. അപ്പൊ നമുക്ക് എന്ത് നേടണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ലോകവും നമുക്ക് അങ്ങനെ തോന്നും. മൊത്തം എല്ലാവരും നമുക്കിപ്പം നിൽക്കുന്നതായിട്ടും എല്ലാ വഴികളും ഓപ്പൺ ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നും. പിന്നെ വേറൊരു ക്രൈറ്റീരിയ, ഒരിക്കൽ അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അഡ്വൈസ് വന്നുകൊണ്ടേയിരിക്കും. ബിക്കോസ് നമ്മൾ ആ ഒരു വഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. PSC എക്സാമുകളിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടുക, നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അല്ലാതെ പല പഠിച്ചിട്ട് കാര്യമില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം അതിപ്പം ചിലർക്ക് അവരുടെ മെത്തഡോളജീസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നതായിരിക്കും. പക്ഷെ ഏതിനും ഈസി വേ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ടൈം ഒക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്, ഇൻ മൈ ഓവർവ്യൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ടൈം സെലക്ഷൻ, അത് രാത്രിയാണോ രാവിലെയാണോ എപ്പോഴാണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് പഠിക്കുക, ഏത് സമയത്തായാലും പഠിക്കുക. രാവിലെ എണിച്ച് കാലെടുത്ത് തണുത്ത വെള്ളത്തിയിട്ട് പഠിക്കണമെന്നൊന്നും ഇവിടെ ലോകത്ത് എല്ലാവരും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പഠിച്ചിട്ടേ ഇല്ല, ഞാൻ 5 മണിയൊന്നും കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. എക്സെപ്റ്റ് പണ്ട് ഒരു ഏർലി മോർണിംഗ് ജോലിക്ക് പോകണമെന്നുണ്ടായിരുന്ന പരിപാടിക്കല്ലാതെ നല്ലത് ഒരിക്കലും ഞാൻ 5 മണിക്ക് എണിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഈ ഈവനിങ് 7 മണി 8 മണി അല്ലെങ്കിൽ 9 മണിക്ക് ശേഷം 10 മണിക്ക് ശേഷം ഒക്കെ ഇരുന്നൊക്കെയാണ് പഠിക്കാറുള്ളത്. പിന്നെ അതുപോലെ ഈ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വിനോദങ്ങളിലും ഏർപ്പെടണം. മൊബൈലല്ല വിനോദം. മൊബൈലൊക്കെ നമുക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയതിന് ശേഷം മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാം. ബോയ്സിനാണെങ്കിൽ, ബോയ്സ് കുറവാണെങ്കിലും പറയുകയാണ്, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കളിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽവിയെ പറ്റിയും തോറ്റു കഴിഞ്ഞാൽ അതെങ്ങനെ തിരിച്ചു വരാം എന്നുകൂടി കളി പഠിപ്പിക്കുന്നുണ്ട്. അത് ക്രിക്കറ്റ് കളി ആയാലും ശരി, ഫുട്ബോൾ ആയാലും ശരി, തോൽവി ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവുക, കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഡൗൺ ആവുന്നുണ്ട്. പക്ഷെ അത് ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്രിക്കറ്റ് കളി പോലെ അങ്ങ് എടുക്കുക. നന്നായിട്ട് പെർഫോം ചെയ്തു, ബട്ട് അൺലക്കി ലാസ്റ്റ് ബോളിൽ 6 റൺ വേണമായിരുന്നു, ഒരു ഫുൾ ടോസ് എറിഞ്ഞു കൊടുത്തു, ഒരു അബദ്ധം പറ്റി എന്ന് പറയുന്ന രീതിയിൽ അങ്ങ് കളയുക. അല്ലാതെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടുത്തൊരു അവസരം ഉണ്ടല്ലോ, അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നമുക്ക് തിരിച്ച് ജയിക്കാം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ജയവും തോൽവിയും 2 പാർട്ടാണെന്നൊക്കെ ഈ പറയുന്ന പോലെ സ്പോർട്സ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടായെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, പങ്കാളികളോടും അല്ലെങ്കിൽ അച്ഛനമ്മമാരോടും ഷെയർ ചെയ്യുക. പണ്ടൊക്കെ നമ്മൾ വന്നിട്ട് പല കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യാറില്ലേ, അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ പലപ്പോഴൊക്കെ സംസാരിക്കുക. പഠിക്കുന്നതിന് മുമ്പ് പഠിക്കുന്നതിന് ശേഷവും അച്ഛാമ്മേ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അവർ നെഗറ്റീവ് വൈബുള്ള ആൾക്കാരാണെങ്കിൽ പറയണ്ട, നിന്നെ കൊണ്ട് ഒന്നിനും സാധില്ല. മറ്റേ ഏത് സിനിമ, നമ്മുടെ ബേസൽ ജോസഫിന്റെ സിനിമയ്ക്കുള്ള എന്റെ ഭാവിയെ കൊണ്ട് ഇതിനൊന്നും ഒക്കില്ല എന്ന് പറയുന്നതാണെങ്കിൽ വേണ്ട. പകരം കുഴപ്പമില്ല നീ പഠിച്ചു എന്ന് പറയുന്ന ഒറ്റ വാക്ക് മതി നമുക്ക് മുന്നേറി പോകാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരും സുഹൃത്തുക്കളായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, റിലാക്സ്ഡ് ആവും. പക്ഷെ റിലാക്സ് ആവാൻ ആരെ എടുക്കരുത്, ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ടാക്കുകയും ചെയ്യരുത്. എക്സാം കഴിയുന്നവർ എന്തോരം സമയമുണ്ട്, എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവധിയൊക്കെ ഉണ്ടാവും, കോമ്പൻസേറ്ററി ഹോളിഡേയ്സ് ഉണ്ടാവും. അപ്പോഴേക്കും റീൽസ് എടുത്തോളൂ. ആ PSC അഡ്വൈസ് കിട്ടിയിട്ട് സ്റ്റാറ്റസ് ഇടുകയും റീൽസ് ചെയ്യുന്ന ഒരു എൻജോയ്മെന്റ്, അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. ഒരു PSC അഡ്വൈസ് കിട്ടിയിട്ട്
കുറച്ച് ഡയലോഗിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ ഏറ്റവും വെച്ച ഡയലോഗ് ഏതാ, ഹാർഡ് വർക്ക് പേഴ്സ് ഓഫ്, ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് ടൈപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സെറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇടും. ആ ഒരു വൈബിൽ ആൾക്കാർ ഇങ്ങനെ ലൈക്ക് ചെയ്യുന്നു, കൺഗ്രാറ്റ്സ് എന്നിടുന്നു. അപ്പൊ അതിന്റെ ഗൂസ് ബംസും അതിന്റെ ഒരു എന്റർടൈൻമെന്റും ഒരു റീൽസിനും തരാൻ കഴിയില്ല. നമുക്ക് ആ റീൽസ് ആണ് ഇടേണ്ടത്. ഏത് എനിക്ക് PSCയുടെ അഡ്വൈസിംഗ് വരും, പോസ്റ്റ് വരുമ്പോഴേ നിർത്ത് അങ്ങനെ ഏതൊക്കെ എടുത്തോണ്ട് പോയി, ഫോണൊക്കെ എടുത്തോണ്ട് പോയി എടുക്കുന്ന അഡ്വൈസ് ഉണ്ട്. അതൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അവസരം, ഞാൻ എപ്പോഴും വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അത്തരത്തില് റീൽസ് ഒക്കെ എടുത്തിടാനുള്ള ശ്രമമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഒരു PSC എക്സാമോ അത്തരത്തില് പഠന സംബന്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. PSC എക്സാം മാത്രമല്ല, MLT പഠനവുമായിട്ട് ബേസ് ചെയ്തിട്ടാലും ശരി, എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള എന്റെ രീതിക്കുള്ള ആൻസേഴ്സ് ഞാൻ പറയാം. ആർക്കെങ്കിലും ഉണ്ടോ സംശയങ്ങൾ? ഇത് വളരെ ജനറസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലാതെ ഇപ്പോൾ ഇത് ഒരു ക്ലാസ്സോ ഒരു വലിയൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലല്ലോ. ഒരു അനുഭവം ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, എന്തെങ്കിലും ഇല്ലേ? എനിവൺ? നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഓഡിയോ അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓഡിയോ അൺമ്യൂട്ട് ആക്കി, ചോദ്യം വന്നില്ല, പോയോ? ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്കമിങ് MLT ബേസ്ഡ് എക്സാം. ആക്ച്വലി ഇപ്പൊ നിലവില് നോട്ടിഫിക്കേഷൻ വന്നത് ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ആയുർവേദ ലാബ് ടെക്നീഷ്യൻ എക്സാം ആണ് വന്നിട്ടുള്ളത്. MLT ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് ആയുർവേദ MLT എക്സാം, അതിന്റെ നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി അതിനുശേഷം വരാൻ പോകുന്നത് ഹോമിയോപ്പതിയുടെ ഒരു എക്സാം വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സാമുകൾ. പക്ഷെ അതിനൊക്കെ വേക്കൻസികൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ വേക്കൻസികളൊന്നും കാണത്തില്ല, ഒരു 4-5 വേക്കൻസികളൊക്കെ കാണത്തുള്ളൂ. അതുപോലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിന്റെ ഒക്കെ എക്സാംസ്, അതൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഫൈനൽ എക്സാംസ് അല്ലെങ്കിൽ അതിന്റെയൊക്കെ നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെയൊക്കെ എക്സാംസ് വരുന്നുണ്ട്. അതാണ് MLT ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന എക്സാംസ്. കാരണം മേജർ ആയിട്ടുള്ള DME DHS ഒക്കെ DME എക്സാം കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതാണ് MLT ബേസ്ഡ്. പിന്നെ എൻട്രൻസ് എക്സാംസ് ഉണ്ട്, MSc MLT എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അത് അടുത്ത വർഷം ആണ് ഇനി എല്ലാം കമൻസ് ചെയ്യുന്നത്. ഒരു വർഷമുണ്ട്. ആ സമയത്തൊക്കെ തന്നെയായിരിക്കും ഈ പറയുന്ന ആയുർവേദ ലാബ് ടെക്നീഷ്യൻ എക്സാംസ് വരുന്നത്. അല്ലാതെ ഒരു പുതിയൊരു എക്സാം വരാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ DHSന്റെ എക്സാം വരും തീർച്ചയായിട്ടും. കണ്ണൂർ പോലുള്ള ജില്ലകളിലും മറ്റൊക്കെ 2 വർഷമൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. ഏകദേശം 2.5 വർഷം ആകുമ്പോൾ അവർ പുതിയ നോട്ടിഫിക്കേഷൻ ഇടുകയും 3-ാം വർഷം അതിന് മുമ്പ് തന്നെ എക്സാം ഒക്കെ നടത്തി റാങ്ക് ലിസ്റ്റ്, അതായത് നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് PSCയുടെ നിലവിലത്തെ രീതി ഫോർ ഹെൽത്ത്. അടുത്തത് മഞ്ജു VM ചോദിച്ച ചോദ്യം. ഒന്ന് 1 by 1 ആയിട്ട് വരാം, എന്നിട്ട് ഗാലക്സി A30യിലേക്ക് വരാം. JSOയുടെ ന്യൂ സിലബസ്. JSOയുടെ ന്യൂ സിലബസ് വരുന്നത് തീർച്ചയായിട്ടും JSO എക്സാമിന് 2 മാസം മുമ്പേ വരത്തുള്ളൂ. ഇപ്പൊ നവംബറിലാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നിനായിരുന്നു. നവംബറിലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, വന്നിട്ടില്ല. നവംബറിന്റെ എക്സാം ഷെഡ്യൂൾ ഒക്കെ പബ്ലിഷ് ചെയ്തിരുന്നു. ഡിസംബറിലായിരിക്കും വരുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ പറയുന്ന JSOയിൽ 20 മാർക്കിന് എന്തില്ല, ജനറൽ നോളജ് ഇല്ല. ആ ജനറൽ നോളജിന് പകരം എന്ത് സബ്ജക്റ്റ് ആണ് വരിക എന്നുള്ളതാണ് കീ. മേ ബി ഒരു പത്തോളജിയിലോ ഇമ്മ്യൂണോളജിയോ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കാം വരേണ്ടത്. അപ്പൊ അത് വരുമ്പോൾ ആണ് ആ ഒരു ഇതായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ അത് വന്നതിന് ശേഷം പഠിക്കാം എന്ന് പറഞ്ഞിരിക്കേണ്ട. തീർച്ചയായിട്ടും അതിനകത്ത് എൻസൈമോളജിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് നിലവിലത്തെ പഴയ JSOയുടെ സിലബസിൽ ജനറൽ നോളജ് നിങ്ങൾ കട്ട് ചെയ്യുക, ബാക്കിയുള്ളത് എടുക്കുക. എന്നിട്ട് ആ സിലബസിലെ എക്സ്ട്രീം ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. എങ്ങനെ പഠിക്കണം? എക്സ്ട്രീം ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ JSO മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോബയോളജിയുടെ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാം ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷനെ
സയന്റിഫിക് അസിസ്റ്റന്റ് ബയോ കെമിസ്ട്രിയുടെ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻസ് ബയോ കെമിസ്ട്രി എക്സാം അതിന് മുമ്പ് നടക്കുക, അത് നവംബറിൽ നടക്കത്തുള്ളൂ, പോട്ടെ അത് പോട്ടെ. ബാക്കി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അതിനെല്ലാം നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ പഠിക്കുക. പിന്നെ മിക്കവാറും നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്ട് പത്തോളജിയൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ പുതിയ സിലബസിനകത്ത് ആഡ് ചെയ്ത് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. എന്തായാലും 100% MLT ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ഫാർമോക്കോ കൈനറ്റിക്സും ഫാർമോക്കോ ഡൈനാമിക്സും ഒക്കെ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും ചെയ്യും. അനിമൽ ഹസ്ബൻഡറി എക്സാം എഴുതാൻ കഴിയുമോ? അതിന് സാധ്യത വളരെ കുറവാണ്. കുറച്ച് പേർക്ക് അറിയാം, അനിമൽ ഹസ്ബൻഡറിയുടെ പഴയ കാല ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLT ആയിരുന്നു. അതിനോട് ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ ഇടയിൽ ഒരു MLT ഉണ്ടായിരുന്നു. MLT-കാരാണ് നേടിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് വെറ്റിനറി യൂണിവേഴ്സിറ്റി, നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി വെറ്റിനറി MLT എന്ന് പറയുന്നൊരു കോഴ്സ് തുടങ്ങി. ആ സ്പെഷ്യൽ റൂൾ വന്നതുകൊണ്ട് ഏറ്റവും അടി കിട്ടിയത് MLT-കാർക്ക് തന്നെയാണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പല എക്സാമുകളിലും 1-ാം റാങ്ക്, 5-ാം റാങ്ക്, 6-ാം റാങ്ക് ഒക്കെ മേടിച്ചിട്ട് ഒരുപാട് വേക്കൻസി ഉണ്ടായിട്ടും PSC ആളെ എടുത്തില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു അതെന്താണ്? അതായത് നിങ്ങളുടെ എക്സാമിന്റെ ഒരു ഇന്ന പർട്ടിക്കുലർ ഡേ ആയപ്പോഴത്തേക്ക് എന്റെ സ്പെഷ്യൽ റൂൾ മാറി, അപ്പൊ ഇനി നിങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ യോഗ്യതയിൽ, വെറ്റിനറി ലാബ് ടെക്നീഷ്യൻ യോഗ്യതയിലാണ് ആ ഒരു എക്സാം വിളിച്ചിരിക്കുന്നത്. നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇക്വലൻസി പ്രൂവ് ചെയ്യണം. അനിമൽ ഹസ്ബൻഡറിയിൽ മെയിൻ ആയിട്ട് ഹെൽമിൻഡെക്സ് ആണുള്ളത്. അനിമൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൈക്രോബയോളജി ബേസ് ആയിട്ട്, മിൽക്ക് ബേസ് ആയിട്ടുള്ള അത് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇക്വലൻസി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ആക്ച്വലി അത് സ്പെഷ്യൽ റൂളിൽ തന്നെ അതിനകത്ത് ആഡ് ചെയ്യിപ്പിക്കാനായിരുന്നു ശ്രമിക്കേണ്ടത്. അതൊന്നും ഇനി നടക്കുന്ന കേസല്ല. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അനിമൽ ഹസ്ബൻഡറിയിൽ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും, നിങ്ങളോട് ഇക്വലൻസി ചോദിക്കും. ഇക്വലൻസി കിട്ടിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ വരികയും നിങ്ങൾ എടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിന്റെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മളെ പുറത്താക്കും. ഇക്വലൻസി കിട്ടാൻ സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇക്വലൻസി കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം. ഏത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് MCQs. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ ആവർത്തിച്ച് വരും. MSc MLT എക്സാമിനേക്കാൾ ഒരുപാട് വരും. അപ്പോ എന്താ പറയാ, അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാറി വരുന്ന ചോദ്യം പാറ്റേണുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതേ ചോദ്യം തന്നെ വരണമെന്നില്ല, ചോദ്യ പാറ്റേണുകളിലെ മാറ്റം. അപ്പൊ അത് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ, ഞാൻ എപ്പോഴും ഏറ്റവും എളുപ്പമുള്ള ടോപ്പിക് എടുക്കുക, സ്റ്റെറിലൈസേഷൻ എടുക്കുമ്പോൾ ഓട്ടോക്ലേവ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഫോർ ഓട്ടോക്ലേവ് ബാസിലസ് സ്റ്റീറോതെർമോഫിലസ്? വാട്ട് ഈസ് ദി ഐഡിയൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഫോർ ഓട്ടോക്ലേവിംഗ്? 121°C for 15 minutes. പ്രഷർ ആണെങ്കിൽ 15 lbs. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ 1 by 1 ആയിട്ട് പറയും. വാട്ട്സ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഓട്ടോക്ലേവിംഗ്? അതായത് എല്ലാ ഐറ്റംസും വെറ്റ് ആയിരിക്കും, അതിനെ ഡ്രൈ ചെയ്യാനുള്ള പ്രോപ്പർ മെത്തേഡ് ഒന്നും നമുക്കില്ല. അതാണ് ഓട്ടോക്ലേവിന്റെ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ഒരു പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഓൾ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എക്സെപ്റ്റ് റിഗാർഡിംഗ് ഓട്ടോക്ലേവ്. അപ്പൊ ഇതിനകത്ത് ദി ഐഡിയൽ ഹോൾഡിംഗ് പീരിയഡ് ഫോർ ഓട്ടോക്ലേവിംഗ് ഈസ് 121°C for 15 minutes, 15 lbs. ഓപ്ഷൻ നമ്പർ ബി, autoclaving is very suitable for pharmaceutical powders. Autoclave is not എന്താണ് suitable for many others എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഇങ്ങനെ ആ ഒരു രീതിക്ക് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതിന് എന്ത് വേണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല മോഡൽസ്, പ്രീവിയസ് ഇയർ MCQs. അപ്പൊ പ്രീവിയസ് ഇയർ MCQസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള MCQs നോക്കിയതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ കിട്ടും. നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്കിന്റെയും കാര്യങ്ങൾ ആ രീതിയിൽ മാറ്റി എഴുതാനായിട്ട് ഒരൊറ്റ ടോപ്പിക്കിനെ തന്നെ പല മോഡൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പ്രീവിയസ് ഇയർ MCQs കൊണ്ട് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ആ പ്രീവിയസ് ഇയർ MCQ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാബ് ടെക്നീഷ്യൻ DME ഓർ ലാബ് ടെക്നീഷ്യൻ DHS വേഴ്സസ് BBT DME, ഏതാണ് മികച്ച ജോലി എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ BBT DMEയുടെ കേസ് പറയാം. അത് എവിടെ കിട്ടുന്നു എന്നനുസരിച്ചിരിക്കും. BBT ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇച്ചിരി ഒരു ടഫ് ജോബാണ്. എപ്പോഴും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും. റിലാക്സേഷൻ, വീട്ടിൽ പോയാലും അയ്യോ അത് കറക്റ്റ് ആണോ, പ്രശ്നം കറക്റ്റ് ആണോ, നമുക്ക് എപ്പോഴും ഒരു ഡേഞ്ചർ നിൽക്കുന്നു, ആ ഒരു സ്ട്രെസ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഒന്ന് എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ ഇനീഷ്യൽ ടൈമിൽ ടെൻഷനും പേടിയും ഉള്ള ആൾക്കാർക്ക് പറ്റിയതല്ല BBT DME. ദെൻ ലാബ് ടെക്നീഷ്യൻ DHS ബാർ ലാബ് ടെക്നീഷ്യൻ DME. വർക്ക് ലോഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ DHS കുറച്ച് ഒറ്റയ്ക്കുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് തോന്നും, ഒരുപാട് രജിസ്റ്റേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കേസ്. പക്ഷേ പ്രൊമോഷൻ ബേസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി DMEക്കാളും 1-2 സ്റ്റെപ്പ് കൂടുതൽ നിൽക്കുന്നത് DHSനാണ് പേരിന്റെ കേസിൽ. ഫോർ എക്സാമ്പിൾ ചീഫ് ലാബ് ടെക്നീഷ്യൻ, ഡിസ്ട്രിക്ട് ലാബ് ടെക്നീഷ്യൻ, അങ്ങനെയുള്ള പേരുകൾ വരുന്നുണ്ട്. DME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. റീഏജന്റ് പർച്ചേസിങ് മറ്റു കാര്യങ്ങളും നമ്മുടെ തലയിലല്ല.
അതിനൊക്കെ മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. നമുക്കൊരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ടാവും. ഇപ്പൊ ചില ഇടങ്ങളിൽ ചില പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ കളക്ഷൻ മുതൽ കൊടുക്കുന്നത് വരെ വാഷ് മുതൽ ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഡി എമ്മിൽ ഓരോ സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും ചെയ്യാനായിട്ട്. സോ കുറച്ച് ലൈറ്റർ ആയിരിക്കും ഡി എം ഇ. പക്ഷെ ഡി എം ഇ സംബന്ധിച്ചിടത്തോളം പ്രൊമോഷൻ കമ്പാരിറ്റീവ്ലി ഗ്രേഡ് 1 ഗ്രേഡ് 2 സീനിയർ ടെക്നീഷ്യൻ എന്ന രീതിക്കേ ഉള്ളൂ. വേറെ ചീഫ് ടെക്നീഷ്യൻ എന്നോ മറ്റ് പേരുകളൊക്കെ വളരെ കുറവാണ്. അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ഉണ്ട് സയന്റിഫിക് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ കുറച്ചേ ആൾക്കാർക്ക് അത് കിട്ടുകയുള്ളൂ. 30 വർഷത്തെ സർവീസ് ഒക്കെ വേണം. അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് അസിസ്റ്റന്റ് ഒക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസ് ലൈക്ക് സുവോളജി, കെമിസ്ട്രി നിലവിലത്തെ അടിസ്ഥാനത്തിൽ വേണം. സോ അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഡി എം ഇയുടെ കേസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളിൽ മാത്രം, സ്വന്തം നാട്ടിൽ തന്നെ കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി മുതൽ അതർ സ്റ്റേറ്റ്സിൽ MLT പഠിച്ചവർക്കും PSC എഴുതാൻ, അത് UGC അംഗീകാരവും പാരാമെഡിക്കൽ അംഗീകാരം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ആരാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. നിലവിൽ അതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അതർ സ്റ്റേറ്റിൽ നിന്നുള്ളവർക്ക്, അതായത് ഇപ്പം ജിപ്മർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റൊക്കെ ഉള്ളവർക്ക് MSc ആയാലും BSc ആയാലും അവർക്ക് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, മറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ UGC അംഗീകാരവും അതുപോലെ അവരുടെ സിലബസ് ഒക്കെ കമ്പയർ ചെയ്യുന്നുള്ള ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നിട്ട് അവര് പറയും ഇവരെ എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കറിയില്ല പണ്ടൊരു സിക്കിം യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അവരുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം MCQ ആണ്. അവരെയും കുഹാസിനെയും ഒന്നും ഇക്വലന്റ് ആയിട്ട് വെക്കുകയോ അവർക്ക് എക്സാം എഴുതാൻ കൊടുക്കുകയോ ചെയ്യത്തില്ല. കാരണം നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BSc MLTക്കാരെ, അതായത് പ്രോപ്പറായ രീതിയിൽ 4 വർഷം എടുക്കുന്ന BSc MLTക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. നഴ്സിംഗിന് ഒഴിവാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ വരുന്ന മെയിൻ ആയിട്ടുള്ള ത്രെട്ട്. കാരണം മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്, ഇവരാരും ഒന്നും പറയുന്നില്ല. അതായത് ഇപ്പൊ നഴ്സിംഗിന്റെ കേസിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ബാധകമല്ലാത്ത ഒരു കാര്യം MLTക്ക് വേണ്ടി മാത്രം ബാധകമാക്കാനുള്ള സാധ്യത ഇനി കുറവായിരിക്കും. RRB എക്സാം വരുന്നുണ്ടല്ലോ, അതിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടിപ്സ് ഉണ്ടാകും. RRB എക്സാം ഞാൻ ഒരിക്കലും എഴുതിയിട്ടുള്ളതാണ്. RRB എക്സാമിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുകയല്ല, നല്ല രീതിയിൽ അഴിമതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴേ എന്റെ എക്സാം, അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്തിലൊക്കെ നല്ല രീതിയിൽ പ്രശ്നമുള്ളതാണ്. ലാബിന്റെ കേസിൽ അത്ര അധികം ഉണ്ടാവത്തില്ല, എന്നാലും ക്വസ്റ്റ്യൻ ഒക്കെ ചോരാനുള്ള സാധ്യതയൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. എന്നാലും അതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 70% ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ ടെക്നിക്കൽ ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. 30% ക്വസ്റ്റ്യൻസ് റീസണിങ്, മെന്റൽ എബിലിറ്റി എന്നിവയാണ്. അപ്പൊ നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതായിരിക്കും? തീർച്ചയായിട്ടും ഒന്ന് ആൻസർ പറയാൻ മാർക്കെങ്കിലും എന്തായിരിക്കും വീക്ക് പോയിന്റ്? വീക്ക് പോയിന്റ് ഏതൊരു MLTക്കാരന്റെ വീക്ക് പോയിന്റും ഏതായിരിക്കും? ആ റീസണിങ്ങും ആ മെന്റൽ എബിലിറ്റിയും ആ ജനറൽ നോളജും ആ മാത്തമാറ്റിക്സും തന്നെയായിരിക്കും. അതാദ്യം പഠിക്കുക, അതാദ്യം സെറ്റ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും. അതിനുശേഷം MLT പഠിക്കാനായിട്ട് പോവുക. പിന്നെ അനാട്ടമി ഫിസിയോളജി 2-4-5 മാർക്കിന് ചോദിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ റാങ്ക് എടുത്ത് ചിലപ്പോൾ ഈ MLT ഏരിയ ടഫ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോർത്തിലുള്ളവനും ടഫ് ആവും, നമുക്കും ടഫ് ആവും, എല്ലാവർക്കും ടഫ് ആവും. പക്ഷേ ജനറൽ എബിലിറ്റി ആൻഡ് മെന്റൽ ആപ്റ്റിറ്റ്യൂഡ് ആ ഒരു ഏരിയ അവർക്ക് സ്പെഷ്യൽ കോച്ചിങ്, UPSCയുടെ സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ചിലപ്പം അത് തീർക്കാനായിട്ട് കഴിയും. കാരണം അതിൽ ടഫ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. കാരണം ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജനറൽ നോളജ് മാത്രമേ നമുക്ക് വളരെ അപ്ഡേറ്റഡ് ആവേണ്ടതുള്ളൂ. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ്. അപ്പൊ അതൊക്കെ ഈസി ആയിട്ട് അവർ സ്കോർ ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മുടെ മാർക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. MSc MLT എടുത്ത് പുറത്തു പോയാൽ ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇപ്പൊ എവിടെ പോകുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ എനിക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്സ് ഉണ്ട്, ചില ആൾക്കാരൊക്കെ പറയുന്നതനുസരിച്ചുകൊണ്ട് ഇപ്പോ നിലവിൽ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ഗൾഫ് മേഖലയിലും മറ്റും പണ്ട് നമ്മളെയൊക്കെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി വരെ ഉണ്ടായിരുന്നു. MSc MLT ഒക്കെ എടുത്ത ആൾക്കാരെ, BSc MLT എടുത്ത ആൾക്കാരെ. പക്ഷെ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാൻ, മറ്റ് ഫിലിപ്പീൻസ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് MSc MLTക്കാരും BSc MLTക്കാരും അവിടെ ഉള്ളതുകൊണ്ട് ഇത് ഈ ആവശ്യം ഇപ്പൊ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് പോകാം. പക്ഷെ പുറത്ത് പോകുമ്പോൾ എഴുതുന്ന എക്സാമിനേഷൻസ്, എൻട്രി ലെവൽ എക്സാമിനേഷൻസ്, അവിടെ ചെന്നിട്ടുള്ള എക്സാമിനേഷൻസ് ഒക്കെ നല്ല ഹൈ ലെവൽ എക്സാംസ് എഴുതുക. എന്നാൽ മാത്രമേ ഒരു ഉപയോഗം ഉണ്ടാവുകയുള്ളൂ. ദെൻ ചെറിയ രീതിയിൽ ലക്കും അവിടെയുള്ള ആൾക്കാരുമായിട്ടുള്ള പരിചയങ്ങളും ഹോൾഡും ബന്ധുക്കളും ഒക്കെ ഇതിനെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ ഒരെണ്ണം എനിക്ക് കിട്ടിയതാണ്, പക്ഷെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ എനിക്ക് അറിയില്ല. നമ്മുടെ MLT സിലബസ് ഔട്ട്ഡേറ്റഡ് ആയതത്രേ.
അങ്ങനെ ഒരു കാര്യം കൂടി കേൾക്കുന്നു. അവിടെ ബയോമെഡിക്കൽ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പലയിടങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോ പലയിടങ്ങളിൽ നിന്നുള്ള സിലബസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിലബസ് ഔട്ട്ഡേറ്റഡ് ആയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയം എനിക്ക് കേൾക്കുന്നുണ്ട്. നമ്മുടെ സിലബസിൽ നെക്സ്റ്റ് ജനറേഷൻ, എസ്പെഷ്യലി പത്തോളജിയിൽ, MSc പത്തോളജിയിൽ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്ങോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നിലേക്ക് പോകുന്നു, ഇന്റർവ്യൂവിന് പിന്നിലേക്ക് പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. സോ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് നമുക്ക് ആവശ്യമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ ഇത്ര ബെഡഡ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഫ്ലോ സൈറ്റോമെട്രി ചെയ്യാൻ കഴിയുമോ, നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് നമ്മൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ ഫിഷ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ അത്തരത്തിലുള്ള അഡ്വാൻസ് ടെക്നോളജികളിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസും എക്സ്പോഷറും ഉണ്ടെങ്കിൽ MSc MLT ഉള്ളവർക്ക് നല്ലൊരു സാധ്യത ഔട്ട്സൈഡ് ഉണ്ടായിരിക്കും. അല്ലാതെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല. ആ എക്സ്പീരിയൻസിന് കൂടി മാറ്റർ ഉണ്ട് MSc MLT അവിടെ. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന അവിടെ ഉള്ളവർക്കായിരിക്കും. ഞാൻ എന്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ വിളിക്കാൻ വല്ല ചാൻസും ഉണ്ടോ MSc MLTക്ക്? ദർ ഇസ് എ പോസിബിലിറ്റി. അത് നമ്മൾ ഫയൽസ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നിലവിൽ ഉള്ള എല്ലാ ക്രൈസിസും മാറ്റാനായിട്ട്, കാരണം ഒരു 2 3 വർഷത്തോടു കൂടി MSc അല്ല BSc MLT DMLT ആ ഏരിയയിലെ എല്ലാ അധ്യാപകരും വിരമിച്ച് പോവുകയാണ്. അപ്പോൾ അവിടത്തേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് MSc MLT വെച്ചിട്ടുള്ളത്. അപ്പൊ അതില് ട്യൂട്ടർ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ BSc MLT ആണ് അതിന്റെ യോഗ്യത. അതിലേക്ക് MSc MLT കൂടി എക്സ്ട്രാ ഡിസൈറബിൾ എന്തോ ആഡ്, എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് ആ പോസ്റ്റിന്റെ പേര് മാറ്റി അസിസ്റ്റന്റ് പ്രൊഫസറിന് പേര് മാത്രം മാറ്റുന്നേ ഉള്ളൂ, അസിസ്റ്റന്റ് പ്രൊഫസറിന് MLT ആക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ഫയല് ധനമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും. സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സാം വരികയും എല്ലാവർക്കും വരാനുള്ള സാധ്യത. പക്ഷെ അവിടെയും 5 6 വേക്കൻസികളെ ഉള്ളൂ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വിധിക്കുക, മൊത്തം കാണും. പത്തോളജിയും ബയോകെമിസ്ട്രിയും മൈക്രോബയോളജിയും ഒക്കെ തന്നെ കാണും. അപ്പൊ നന്നായിട്ട് പഠിച്ച് പോയാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. സർ, RRB അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് എക്സാം ആപ്ലിക്കേഷനിൽ BSc MLT ആകുക, അതിന്റെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ച് കൂട്ടുകാര് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, MSc MLT BSc MLT കഴിഞ്ഞ ആൾക്കാരായിരുന്നു. അവർക്കൊക്കെ അജ്മീറിലും അതുപോലെ കൊൽക്കത്തയിലും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം BSc MLTക്കാരാ. ഓക്കെ, BSc MLT കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. RRB ലാബ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാം. ഡിപ്ലോമയാണ് നേരിട്ടുള്ള അപ്ലിക്കേഷൻ. ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് BSc MLT അവർ അംഗീകരിക്കാറുണ്ട്. സോ അടുത്ത, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് എയിം? സ്വാഭാവികമായിട്ടും ഞാനിപ്പോ എത്തി നിൽക്കുന്നതിനേക്കാളും ഒരു ഒറ്റ ഓപ്ഷൻ എനിക്ക് ബാക്കിയുള്ളൂ. ദാറ്റ് ഈസ് അക്കാഡമിക്, പഠിപ്പിക്കുക. ദാറ്റ് ഈസ് പ്രോബബ്ലി നമ്മുടെ ഗവൺമെന്റ് സർവീസിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറോ ട്യൂട്ടർ ടെക്നീഷ്യനോ അങ്ങനെയുള്ള ഏതാണോ എക്സാം വരിക അത് മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ മുന്നിൽ ബാക്കി. അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രൊമോഷൻ നമുക്കിനി എക്സാംസ് ഒന്നുമില്ല. പ്രൊമോഷന് വെറുതെ ഞാൻ കയറി കയറി പോവുകയാണ് ചെയ്യുന്നത്. ഫൈനൽ പോസ്റ്റ് സീനിയർ സയന്റിഫിക് ഓഫീസർ എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞ പോലെ PhD മറ്റോ ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊമോഷന് വേണ്ടിയോ മറ്റോ ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് റിസർച്ച് ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നിയാൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് PhD എന്ന് പറയുന്നത്. എനിക്ക് ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാധനം ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. നിലവിൽ ഇൻട്രസ്റ്റ് വരുമായിരിക്കും ഒരു പക്ഷേ കാലയളവ്. നമ്മൾ പറയില്ല, ഇപ്പം ഈ വെറുതെ ഇപ്പോൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് പല ടൈപ്പ് സ്റ്റഡീസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് ഇച്ചിരി കൂടെ ഒരു നല്ലൊരു സ്റ്റഡി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനിപ്പോ നിലവിലത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. മേ ബി ടൈം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റഡീസ്, എക്സ്പെഷ്യലി ഇപ്പൊ നിങ്ങൾ കേട്ട് കാണാം ശ്രീചിത്രയില് സ്നേക്ക് വെനംസ്, 4 സ്നേക്സ്, ഏത് സ്നേക്കാണ് കടിച്ചതെന്നൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിസർച്ച് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതിന് ആദ്യം നമ്മൾ നിൽക്കുന്ന ഏരിയയെ പറ്റി നന്നായിട്ട് പഠിക്കുകയും അതിൽ ഏതിൽ ഏരിയയിൽ കൂടി പോയാലാണ് അത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ലോക്കൽ സെറ്റപ്പിൽ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ഐഡിയയുമായി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും പോസിബിലിറ്റി ഉണ്ടാകത്തില്ല. അപ്പൊ അത്തരത്തിൽ ഇത് ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പോയി നമ്മൾ നിൽക്കുന്നിടത്ത് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം എവിടെയാണ് ബെറ്റർ എന്ന് പറയുന്ന രീതിക്ക് പോയതിനു ശേഷമേ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. How to prepare for MSc MLT? How to study full syllabus?
ഓക്കെ, ക്ലാസ്സിൽ ലാസ്റ്റ് ആയിട്ട് എനിക്ക് കയറി തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കുമെങ്കിൽ ഞാൻ വളരെ ഈസി ആയിട്ട് പറയാം. MSc MLTക്ക് ഏറ്റവും മികച്ച പരിപാടി ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാരണം ഒരുപാട് ആവർത്തനങ്ങളുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുപാട് ആവർത്തനങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയും. സോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചതിന്റെ മെജോറിറ്റി ഈ വർഷം ചോദിക്കും. നല്ല ആവർത്തനം ഉള്ള ഒരു സാധ്യത. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, കാരണം 60 ക്വസ്റ്റ്യൻ ബയോകെമിസ്ട്രിയും 60 ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയും 60 ക്വസ്റ്റ്യൻ പത്തോളജിയും വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് കാണത്തില്ലല്ലോ. ആൻസേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പുസ്തകം മറിക്കുമ്പോൾ തന്നെ സിലബസ് എല്ലാം കവർ ആയിക്കോളും. അപ്പൊ ഏകദേശം 10-12 വർഷത്തെ 15 വർഷത്തേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പലയിടങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കിട്ടുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. പല കോച്ചിങ് സെന്ററുകളിലും ഉണ്ട്, പക്ഷേ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയാൽ ഒരു വർഷത്തേക്കേ കിട്ടത്തുള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. സിലബസ്, കാരണം സിലബസ് എന്ന് പറഞ്ഞാൽ കുഹാസിന്റെ ഫുൾ സിലബസ് ആണ്. നിങ്ങൾ ഒരിക്കലും പഠിച്ച് നിർത്തി മതി എന്ന് പറഞ്ഞൊരു സാധനം പിന്നെയും അത് തുറക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി തോന്നും. പക്ഷെ അതേപോലെ PC സിലബസ് അങ്ങനെയല്ല, ആകെ 7 പേജേ ഉള്ളൂ, വേറെ വിഷയമില്ല. പക്ഷെ MSc MLTക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഹാസിന്റെ BSc MLT സിലബസ് മൊത്തം നോക്കുമ്പോൾ നമുക്ക് ഭ്രാന്തെടുക്കും. അപ്പോൾ കാരണം അത് മീൻസ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടും അങ്ങനെ ഒന്നുമല്ല എഴുതിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സിലബസ് ഇല്ല. സിലബസ് എന്ന് വെച്ചാൽ എന്താണ് BSc MLT സിലബസ് ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത്ര മണിക്കൂറിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അത് മൈൻഡിൽ വെച്ചേക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് ഈ പഴയ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. MSc MLTക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പരിപാടി ഏതാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്ത്, പിന്നെ അതിന് വേണ്ടിയിട്ട് റോബർട്ട് ടി ഹാറിന്റെ ഈ പറയുന്ന MLTയുടെ MCQs പഠിക്കുക. അതുപോലെ അബ്ദുൽ ലത്തീഫ് സാറിന്റെ MLTയുടെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ബുക്കുണ്ട്, അതൊക്കെ പഠിക്കുക. അതൊക്കെ തന്നെ മതിയാകും MSc MLT അച്ചീവ് ചെയ്യാനായിട്ട്. കാരണം MSc MLTയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ കുഹാസിന്റെ സിലബസ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സിലബസ് ഇട്ടിട്ട് അതിന്റെ സൈഡിൽ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞാൽ PSC പോലെ. PSC എന്ന് വെച്ചാൽ ഒരു ടോപ്പിക് ഇട്ടിട്ട് അതിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇത് ഇത്ര മാർക്കിനാണെന്ന്. വളരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെയല്ല, BSc MLT സിലബസ് നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയൊരു സാധനമാണ്. അപ്പൊ അത് മൊത്തം ഇരുന്ന് വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ, ക്വസ്റ്റ്യൻസിലൂടെ മുന്നോട്ട് പോയാൽ മതി. എനി അതർ ഡൗട്ട്സ്? DME ലാബ് ടെക്നീഷ്യൻ കുറച്ചധികം കുട്ടികൾ അതിന്റെ പിറകിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും ലാസ്റ്റ് അവർ എന്നോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ട്. ഞാൻ ശേഷം നമ്മൾ PSC ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പറയാറില്ല. അത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിന്റെ ഫൈനൽ പരിപാടികൾക്കും വേണ്ടിയിട്ട് എന്തോ അത് നിൽക്കണം, വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. അപ്പൊ ഉടനെ തന്നെ ലിസ്റ്റ് വരുമായിരിക്കും. പിന്നെ ഇപ്പൊ ഓൺ ആയതുകൊണ്ട് ഇപ്പൊ സെപ്റ്റംബർ അവസാനം നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ്, യു ഹാവ് എ മെസ്സേജ്, പ്ലീസ് അപ്ലോഡ് യുവർ SSLC+2 ആധാർ കൺസേൺ NCCLS സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെ വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് അതിന്റെ അർത്ഥം നിങ്ങൾ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. സോ ഒരു മെസ്സേജ് വരും, പറ്റേ എന്ന് നമുക്ക് വിശ്വസിക്കാം. വാല്യൂഷനെ കഴിഞ്ഞു, ഇനിയിപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, ഫൈനൽ ഓർഡർ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇന്റർവ്യൂ ഇല്ല, കാരണം പ്രോബിലിറ്റി ലിസ്റ്റ് ആണെന്നാണ് കേൾക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. എനി അതർ ക്വസ്റ്റ്യൻസ്? സെൻട്രൽ ഗവൺമെന്റ് എക്സാം എങ്ങനെ അറിയും? സെൻട്രൽ ഗവൺമെന്റ് എക്സാം അറിയാനായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സർക്കാർ നൗക്കറി എന്ന് പറയുന്ന ഒരു സാധനം, ഒരു PDF കണക്ക് ഒരു സാധനം അവർ പബ്ലിഷ് ചെയ്യും. അതിന്റെ പേര് ഞാൻ മറന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട് എംപ്ലോയി അങ്ങനെ എന്തോ ഒരു സംഭവം, അതാണ് അവർ പബ്ലിഷ് ചെയ്തത്. ഇപ്പം ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് കഴിയും. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ വേക്കൻസിയും ആദ്യം ഒരു ഷോർട്ട് നോട്ടിഫിക്കേഷനും പിന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനും പബ്ലിഷ് ചെയ്യുന്നത്. ഷോർട്ട് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എക്സാംസ്, ഏതൊരു എക്സാം വന്നു കഴിഞ്ഞാലും അത് വരുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കുന്ന ഒരു സാധനമുണ്ട്. 100 രൂപയും കണ്ടേ ഉള്ളൂ. ആ ഒരു സംഗതി വരുമ്പോഴത്തേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ അത് അറിയുന്നത്. ഷോർട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് അതായത് ഒരു മാസം മുമ്പേ വരും, ഇന്നത് അടുത്ത മാസം മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതിന്റെ പേര് ഞാൻ പറയാം, എംപ്ലോയി ന്യൂസോ അങ്ങനെ എന്തോ ഒരു സംഭവം. സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ ഒരു PDF ആണ്, ഞാൻ മറന്നു. ഞാൻ പണ്ട് അത് ഫോളോ ചെയ്യാൻ, പിന്നീട് എസ്പെഷ്യലി ഞാൻ ആ സമയത്തൊക്കെ ലേഡി ഹാജിങ് മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഒരുപാട് വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചുമ്മാ അപ്ലൈ ഒക്കെ ചെയ്യുമായിരുന്നു.
പിന്നീട് അതിനുവേണ്ടി നോക്കിയിട്ട് കേരള പി സി കിട്ടിയതിന് ശേഷം അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ടില്ല. ആർക്കെല്ലാം അറിയാമോ, എംപ്ലോയി ഒരു PDF പോലുള്ള ഒരു സാധനം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെ എല്ലാ ഷോർട്ട് നോട്ടിഫിക്കേഷനും ആദ്യം വരുന്നത് അതിനകത്താണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കറിയാം. അപ്പൊ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് ആ പർട്ടിക്കുലർ നോട്ടിൽ അല്ലെ സമയത്തിൽ നമ്മൾ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ ഡയറക്ട്ലി വെബ്സൈറ്റിൽ പോയി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. അത് എയിംസ് ആയാലും ശരി, ഏതായാലും ശരി. അറിയില്ല, എംപ്ലോയ്മെന്റ് ന്യൂസ്, അറിയുന്നത് എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതിന്റെ PDF സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. എംപ്ലോയ്മെന്റ് ന്യൂസ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഈ എല്ലാ കാര്യങ്ങളും എംപ്ലോയ്മെന്റ് ന്യൂസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പറയുകയും അതുപോലെ തന്നെ അതിന്റെ PDF ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്കുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്താൽ JSO എക്സാം സ്റ്റേ കൊടുക്കാൻ സാധ്യതയുണ്ടോ? DHS ലാബ് ടെക്നീഷ്യൻ അല്ലല്ല, പ്രൊമോഷൻ വേറെ, അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയാ ഡയറക്ട് റിക്രൂട്ട്മെന്റ് വേറെ. DHS ലാബ് ടെക്നീഷ്യന്മാർക്ക് ഓൾറെഡി 1:4 അവർക്ക് ആർക്കും വിഷയമൊന്നുമില്ല. 1 പാർട്ട് ഡയറക്ട് റിക്രൂട്ട്മെന്റ്, 4 പാർട്ട് നേരിട്ടുള്ള പ്രൊമോഷൻ. അപ്പൊ ഈ പുതിയൊരു പാസ്സാവാത്തൊരു സ്പെഷ്യൽ റൂളിന് വേണ്ടിയിട്ടാണല്ലോ അവർ പറയുന്നത്. ആ സ്പെഷ്യൽ റൂൾ ആയിട്ടില്ലല്ലോ, അത് അവിടെ നടന്നുകൊണ്ടിരിക്കും. 1:1 ആവുകയോ അത് അവർ ചർച്ച ചെയ്തോട്ടെ. ഈ എന്താ പറയാ നോട്ടിഫിക്കേഷൻ വന്ന് അതുപോലെ എക്സാം ഡേറ്റും തീരുമാനിച്ച ഈ എക്സാം മാറ്റാൻ പറ്റത്തില്ല. ആ ഡ്രാഫ്റ്റിനെതിരെയാണ് അവർ സ്റ്റേ കൊടുക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അതായത് ഈ 1:1 ആക്കുന്നതിനെതിരെയാണ് അവർ പോകുന്നത്. അല്ലാതെ JSO എക്സാമിനെതിരെ സ്റ്റേ ഒന്നും കൊടുക്കാനുള്ള സാധ്യത, സ്റ്റേ കൊടുത്താൽ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, നിങ്ങൾ അപ്ലൈ ചെയ്തു, കൺഫർമേഷൻ ടൈം അടുത്ത ടൈം ടേബിളും ആയി, ഇനിയൊന്നും നടക്കാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, പ്രൊമോഷനും ഡയറക്ട് റിക്രൂട്ട്മെന്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. Any other doubts? അപ്പൊ ഓക്കെ, സംശയങ്ങളെല്ലാം എല്ലാവർക്കും തീർന്നു എന്ന് വിചാരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പുകളിലോ മറ്റൊക്കെ എൻ്റെ അഡ്മിൻസിനൊക്കെ ചോദിച്ചാൽ മതി. എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മെസ്സേജസ് എല്ലാം എന്നാൽ പറ്റുന്ന രീതിക്ക് റിപ്ലൈ ചെയ്യാൻ സഹായിക്കാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ, എൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെത്തഡോളജികളും സെലക്ട് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ദർ ആർ 2 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻസ്. നടക്കാത്ത മോട്ടിവേഷൻസും കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻസും. നടക്കാത്ത മോട്ടിവേഷൻസിനെ മാറ്റി നിർത്തുക. ഓക്കെ, അതുകൂടി ഞാൻ പറഞ്ഞോളട്ടെ. ഓക്കെ.